സലാം കൊടിയത്തൂരിന്റെ ഇതുവരെ പുറത്തിറങ്ങിയ ഹോം സിനിമകൾ നിങ്ങളെന്നെ ഭ്രാന്തനാക്കി. വരനെ വിൽക്കാനുണ്ട്, നഷ്ടപരിഹാരം, പരേതൻ തിരിച്ചുവരുന്നു, കുടുംബകലഹം 100-ാം ദിവസം, അളിയനൊരു ഫ്രീ വിസ, പാതിയാത്രയ്ക്കൊരു ടിക്കറ്റ്, ആണായിട്ടൊരു അയൽവാസി, ഒരു ദിർഹം കൂടി, ഒരു ടീസ്പൂൺ വീതം 3 നേരം. കുറുക്കുവഴി.com. പെണ്ണുരുമ്പെട്ടാൽ സിഡികൾ പ്രമുഖ സിഡി ഷോപ്പുകളിൽ ലഭ്യമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റ. എന്തോ നാടേ ഇത്, ബിൻഡാബിനിക്കിൻ്റെ നുറുങ്ങ് വെട്ടോ വിളിച്ചോന്ന് ഇല്ലടേയും, എല്ലാം മേടിച്ച് വയ്ക്കാൻ ഞാനും അടിച്ചു തീർക്കാൻ നീയും. എന്തേ എല്ലാവരും ചിരിക്കാൻ റെഡിയല്ലേ? നിങ്ങൾ ചിരിപ്പിക്കാൻ ഞങ്ങളും റെഡിയാ. ക്ഷമിക്കണം, എൻ്റെ മിമിക്രി കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും ഏറെ ജനശ്രദ്ധ ആകർഷിച്ച സലാം കൊടിയത്തൂർ സംവിധാനം ചെയ്ത് സിദ്ദിഖ് കൊടിയത്തൂർ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ധാരാളം ഹോം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹോം സിനിമകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ഹാസ്യരംഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഏവർക്കും സ്വാഗതം ഈ പ്രോഗ്രാമിലേക്ക്. സിദ്ദിഖ് കൊടിയത്തൂരിനെ മുഖ്യ കഥാപാത്രമാക്കി സലാം കൊടിയത്തൂർ സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ഹോം സിനിമയിലെ വളരെ മികച്ച ഒരു കോമഡി രംഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് കാണാം എ സൂപ്പർ കോമഡി സീൻ. ഇതിന്റെ വളമൊക്കെ എങ്ങനെയോ ലീക്കായി പോകുന്നുണ്ട്. വെറുതെ പണിയെടുക്കുക. ലീക്ക് ചെയ്യാൻ വേണ്ടും മര്യാദയ്ക്ക് പണിയെടുത്തോ. പിന്നെ പണി നിർത്തണോ? ഞാൻ ഇപ്പം വരും. ഞാൻ പോയി ഞാൻ പണി നിർത്തണ. വീരാനെ, അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണല്ലോ. അന്റെ ആളിയ സുബൈർ ഗൾഫിൽ നിന്ന് നിക്കണേ.
സൂറ സൂറ എന്തേ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നത്? ഒരുപട്ടോളെ എന്റെ ആങ്ങള് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്റെ റബ്ബേ, എന്നിട്ട് നിങ്ങൾ ഇത്ര നേരം ഏത് പള്ളിക്കാട്ടിലെ എന്റെ തന്തേ? പാരപ്പിച്ചോണ്ട് നിന്നോട്. ഒന്ന് വേഗം ഒരുങ്ങി ഇറങ്ങാൻ നോക്ക് പോത്തെ. എവിടെ പോയി എന്റെ മക്കളൊക്കെ? ഓലൊക്കെ കളിക്കാൻ പോയതാ. ഓലെ കളി ഇന്ന് കളിച്ചാൽ കണ്ടൊരു ദോശ പോലെ. ഇന്ന് എവിടേക്കാ ഞാൻ മണ്ടണ്ടി പഠിച്ചോനെ. ആ പൊട്ടി പൊളിച്ചതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ അത് മുഴുവൻ ലീക്കായി പോയില്ല. മാരക്കൊത്തന്മാരെ നിക്കവിടെ. ആ അങ്ങനെ കളി ഞാൻ തീർത്തരാം. നമ്മുടെ നാട്ടിലിപ്പോൾ എന്തിനും ഏതിനും ബ്രോക്കർമാരാണ്. സ്ഥലക്കച്ചവടം നടക്കണമെങ്കിൽ ബ്രോക്കർ, കല്യാണം നടക്കണമെങ്കിൽ ബ്രോക്കർ, ഒരു വാഹനം മേടിക്കണമെങ്കിൽ ബ്രോക്കർ, ഇനി ഒരു ബ്രോക്കറെ കാണാൻ പോകണമെങ്കിലോ അതിനും വേണം ഒരു ബ്രോക്കർ. പക്ഷേ ചില ബ്രോക്കർമാരുണ്ട്, എന്തിനാ ഏതിനാ എന്നൊന്നും അറിയില്ല. അവർ കമ്മീഷൻ മാത്രം നോക്കിക്കൊണ്ട് എന്ത് കാര്യം അങ്ങോട്ട് ഏറ്റെടുക്കും. ഇങ്ങനെ ഏതാ എന്താണെന്നൊന്നും അറിയാതെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് പോകുന്ന ചില ബ്രോക്കർമാർ ഏത് ഷേപ്പിലാണ് തിരിച്ചു വരുന്നതെന്ന് ഈ സീൻ കണ്ടിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ആരുമില്ലേ? ആരാ? ആ അവിടെ ആരാ മനസ്സിലായില്ലല്ലോ. കുട്ടിയസനാക്കന്റെ വീട് തന്നെയല്ലേ? അതെ, ഞാനാ കുട്ടിയസൻ. എന്താ കാര്യം? ആ കാര്യമൊക്കെ പറയാ, നിങ്ങൾ കണ്ടിരിക്കി. നിങ്ങളെ മകള് മുന്താസിനെ തൊലാഖ് ചെല്ലിക്കാനുള്ള കത്ത് കുവൈത്തേക്ക് പോയ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞു. ആ അപ്പോൾ 2-3 ആഴ്ചൻ്റെ ഉള്ളിൽ തൊലാഖ് ചൊല്ലിയ വിവരം വിടത്തും. പക്ഷെ അതുകൊണ്ട് മകള് കാലാകാലം കണ്ണീര് കുടിക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതുകൊണ്ട് ഓക്കൊരു ജീവിതമായിട്ടാണ് ഞാൻ വന്നത്. ആ വാ, ഇതാണ് ഓളെ ജീവിതം. എങ്ങനെയുണ്ട്? ഇതാ ബീരാനല്ലേ? ആ അപ്പൊ എനിക്ക് ആളറിയാം, അതുകൊണ്ട് സംഗതി എളുപ്പമായി. നിങ്ങൾ ഇതുവരെ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാ ഈ ഫോട്ടോ? ഇത് നല്ല കൂത്ത്. എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെങ്ങനെ ആരും ചിരിപ്പിച്ചില്ല. ഇനി എന്നെങ്ങൾ ചിരിപ്പിച്ചല്ലോ. തിരൂരങ്ങാടി മുഴുവൻ കറങ്ങിയിട്ടും തിരൂർ എവിടെ എനിക്ക് മനസ്സിലായില്ലേ? ഇയാള് നിങ്ങളെ മകള് മുന്താസിനെ കെട്ടാൻ പോണ ആളാ. കാര്യം തീർത്ത കത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോ കല്യാണത്തിന്റെ കത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോണം. എങ്ങനെയുണ്ട്? നിങ്ങളൊന്നിട്ട് വരി. ആ സ്ത്രീധനത്തിന്റെ കാര്യം സംസാരിക്കാനായിരിക്കും. സ്ത്രീധനത്തിന്റെ കാര്യമൊക്കെ അപ്പൊ അവിടെ തന്നെ സംസാരിച്ചാൽ മതിയല്ലോ. അത് ഇനിയിപ്പോൾ എത്ര ആയാലും കുഴപ്പമില്ല. എനിക്കുള്ള കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. ഓൻ്റെ പങ്ങൊക്കെ ഒരു ജീവിതം കൊടുക്കാനാണ് ഞാൻ വന്നത്. ഇപ്പം എനിക്ക് ജീവിക്കണമെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒരു ജീവിതം കിട്ടണം. ഏത് ആശുപത്രി അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ളതേക്കും? ഉളുപ്പ് വേണ്ടോ? ഉളുപ്പ് 500 ഉറുപ്പ്യം പറ്റിച്ച് പോയതല്ലേ. നാളെ വരുമെന്ന് പറഞ്ഞ് പോയിട്ട് ഇന്നേക്ക് 9 ദിവസമായി. കണ്ണിൽ മണ്ണിന് വെച്ച് നമ്മൾ കാത്തിക്കണ്. ബ്രോക്കർമാരെ ആ ചീഞ്ഞ സ്വഭാവം ഈ മാറ്റൂല. നമ്മൾ ഓരോ ദിവസവും തള്ളി നിൽക്കിയത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. 9 ദിവസമായിട്ട് ഞാൻ എവിടെ ആയിരുന്നു എന്നല്ല എനിക്ക് അറിയേണ്ടത്. വാ, അത് കുറച്ച് സ്വകാര്യത്ത് പറയേണ്ടതാ. അത് ഇവിടുന്ന് പറഞ്ഞാൽ പോരെ?
അതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം വീരാനെ, പറഞ്ഞാ തിരിയൂല. ഇതേ ഞങ്ങൾക്ക് കല്യാണാലോചനയായി പോയപ്പോ എന്താ അവസ്ഥ? ഇപ്പൊ പുറത്തുള്ള പരിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഉള്ളിൽ തട്ടി അൽക്കം മാറണമെങ്കിലേ ആടിന് കൈയും കാലും മാത്രല്ല, തലയും പാലും കാലും ഊരിയും കാട്ടം വരെ സൂപ്പ് വെച്ച് കുടിക്കണം. അതിന്റെ ചെലവിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ട് തൽക്കാലം ഈ വാച്ച് ഞാൻ എടുക്കുക. പിന്നെ ഞാൻ ആർക്കെങ്കിലും ജീവിതം കൊടുക്കണം തോന്നുമ്പോൾ എന്നോട് പറയണ്ടേ, ഞാൻ വേറെ ആളെ പറഞ്ഞയച്ചാറുണ്ട്. ഇന്ന് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പോൾ തന്നെ രക്ഷിതാക്കൾ അവൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഭാവിയിലുള്ള അവൻ്റെ ജോലിയെക്കുറിച്ചും പല സ്വപ്നങ്ങളും നെയ്തു കൂട്ടാറുണ്ട്. പലരും ആ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാറുമുണ്ട്. എന്നാൽ പ്രവാസികളായ പല മലയാളികൾക്കും സ്വന്തം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ പറ്റാറില്ല. അവർ പലപ്പോഴും സ്വന്തം വീട്ടിലുള്ള മറ്റാരെയെങ്കിലുമാണ് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചുമതല ഏൽപ്പിക്കാറ്. എന്നാൽ ഈ ചുമതലപ്പെട്ടവർ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായി നോക്കുന്നുണ്ടോ, അവർക്ക് നോക്കാനുള്ള കഴിവുണ്ടോ എന്നൊന്നും ഈ പ്രവാസികളായ മലയാളികൾ ഓർക്കാറില്ല, ചിന്തിക്കാറില്ല. ഇവിടെ ഇതാ ഈ സീൻ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചുമതല ആരെ ഏൽപ്പിക്കണം, ആരെ ഏൽപ്പിക്കണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. മനസ്സാ, ഇങ്ങളറിഞ്ഞോ ഞമ്മളെ സുക്കൂറേ മദ്രസയിൽ പോയിട്ട് 3 ദിവസം കഴിഞ്ഞു. ഇങ്ങക്കെന്താ ഒരു ചൂടില്ലാത്തത്? ചൂടുണ്ടാ ഞാനെന്താ പനിച്ച് കിടക്കുക? ഇങ്ങള് പുന്നാരം പറയാണ്ടേ ഓനെ പറഞ്ഞയക്കാൻ നോക്കി. സുക്കൂറേ, സുക്കൂറേ. എന്താ ഇല്ലാപ്പാ? ഇവിടെ വാ. എന്താടാ മദ്രസ് പോവാത്തത്? എനിക്ക് നെഞ്ഞത്തുന്നൊരു വേദന. മിനിഞ്ഞാന്ന് ഓന് തലവേദനേന്, ഇന്നലെ പള്ളവേദന, ദേ ഇന്നിപ്പം നെഞ്ഞത്തുനിന്നും വേദന വന്നിക്കണ്. ഇന്നാ വേഗം മാറ്റി ഇറങ്ങ്, ഡോക്ടർ ഒന്ന് കാണിക്കാം. നാളെ ഇവിടെ വേദന ഉള്ളത് കൂടി പറഞ്ഞാലേ അതിനുള്ള മരുന്ന് കൂടി വാങ്ങാം. ചെല്ല്. ഓനിയെ മദ്രസേന്ന് പുറത്താക്കിയതാ, ബാപ്പാനി കൂട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പളായി ഇത് പറയണ്? ഞാൻ ഇന്നാ അറിഞ്ഞത്. നിങ്ങളെന്താ ഈ നോക്കിക്കണത്? പോയി മൊയിലാരെ കണ്ട് ചോയ്ക്ക് സുക്കൂറിനെ എന്തിനാ പുറത്താക്കിയെന്ന്. ബാപ്പാനെ കൂട്ടി ചെല്ലാനാ പറഞ്ഞത്. അതിന് എന്റെ ബാപ്പ ഗൾഫിലല്ലേ സുക്കൂറെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഉസ്താദ് പറഞ്ഞതാ. ആ അതോ അവൻ പറഞ്ഞതാ അതിന്റെ ശരി. ബാപ്പാനെ കൂട്ടി ചെല്ലാൻ പറഞ്ഞാ വല്യാപ്പാനെ കൂട്ടി ചെല്ലാൻ പറ്റൂല. പണ്ടത്തെ സിലബസ് അല്ല ഇപ്പൊ പുതിയ സിലബസാ. എന്നാലേ നമ്മളെ മോൻ ഗൾഫിൽ നിന്ന് വരുന്നവരെ സുക്കൂർ ടിവിയും കണ്ട് ഇവിടെ കുത്തിരുന്നോട്ടെ. എന്തേ അന്റെ തീരുമാനം അങ്ങനെയാണെങ്കിലേ ഞാൻ എതിർക്കണില്ല. രാവിലെ വെറും വയറ്റില് നിങ്ങൾ എന്റെ തൊള്ളയിലിരിക്കണ വെറുതെ കേക്കണ്ട. ഓനെ കൊണ്ടോണില്ലേ കൊണ്ടോണ്ട. മക്കളും പേരക്കുട്ടികളും ഇങ്ങളെ മാതിരി ആവാനായിരിക്കും എന്റെ യോഗം. അന്തല്ലാത്തവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഓ ഈ വലിയ വിവരമുള്ള ആള് നേർക്കും നേരെ അത്തയ്യാത്ത് ചെല്ലാൻ അറിയില്ല, ഇങ്ങോട്ട് എന്നെ പഠിപ്പിക്കുക. മൊച്ചന്റെ മാതിരി നോക്കണണ്ടില്ലോള് കേറി പോയി കടന്ന്. ബാപ്പേ തർക്കിച്ചെന്നിട്ട് കാര്യമില്ല. ഗൾഫ് നിങ്ങളെ മകൻ വിളിക്കുമ്പോ നിങ്ങളെന്നെ മറുപടി പറഞ്ഞോളി. അതൊന്നും നിങ്ങൾ കാര്യാക്കണ്ടില്ലാപ്പേ. മുണ്ടാതെ പോയി തുണിയും കുപ്പായും മാറ്റി പാടൂലേ പോടന്ന്. അതാ പോണേ ഞങ്ങളെ ഉസ്താദ്. ആ മൊലിയാരെ, മൊലിയാരെ വന്നാടോ നിക്കി. അസ്സലാമലൈക്കും. വാലൈക്കും അസ്സലാം. ആ നിങ്ങളെവിടെ വെച്ച് കണ്ട് നന്നായി, അതുവരെ നടക്കാതെ കഴിഞ്ഞല്ലോ.
ആ മനസ്സിലായി, നിങ്ങളാണ് ഷുക്കൂറിന്റെ ബാപ്പ അല്ലേ? അല്ല, ഞാൻ വല്യാപ്പേ, ഓൻ്റെ ബാപ്പ ഗൾഫിലാ. അല്ല, ഓനപ്പ പുറത്താക്കിയത്. പുറത്താക്കിയ വിഷയം സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ മദ്രസക്ക് വരി. ഇപ്പം എനിക്ക് സംസാരിക്കാൻ തീരെ സമയമല്ല. മദ്രസയിൽ ബെല്ലടിക്കാൻ സമയമായി. നിക്കി, എനിക്ക് നടക്കാൻ തീരെ വയ്യ, മുട്ടുംകാലിന് വേദന. നിങ്ങൾ കാരണം ഭാര്യ മൊലിയാരേ. ഇവനെ പറ്റിയുള്ള മധു എത്ര പറഞ്ഞാലും തീരൂല. അത്രക്ക് മുന്തിയ സ്വഭാവം അവൻ്റെ. അത് തിരുത്താൻ എനിക്ക് എന്നല്ല, കേരളത്തിലെ മുഴുവൻ ഉസ്താദന്മാർ വിചാരിച്ചാലും നടക്കൂല. ഇവനോ ഒരക്ഷരം പഠിക്കൂല. എന്നാ പഠിക്കണ കുട്ടികളെ അതിന് സമ്മതിക്കൂല. ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാനും സമ്മതിക്കൂല. ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ കേൾക്ക ക്രീ ഫ്രൂ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ തൊര. അത് ഇവൻ്റെ തൊള്ളേന്ന് വരുന്നതാണ്. കുട്ടികളല്ല മൊലിയാരെ, കുറച്ചൊക്കെ പൊട്ടിത്തെറുപ്പുണ്ടാവും. കുറച്ചോ? ഇവൻ്റെ കുരുത്തക്കേട് വിദേശത്തേക്ക് കയറ്റി വെച്ചാലും തീരാത്തത്ര ഉണ്ട്. ആ അതൊക്കെ പോട്ടെ, ഒരു കൊല്ലം കൂടി വന സഹിച്ചാൽ മതിയല്ലോ. അടുത്ത കൊല്ലം മദ്രസിന്ന് പോയി കിട്ടുമല്ലോ. ഏതായാലും മദ്രസിൽ 7ാം ക്ലാസ് ഇല്ലാത്ത നന്നായി. നിങ്ങൾ ഇപ്പോഴും അവനെ പുറത്താക്കിയതിൻ്റെ കാരണം പറഞ്ഞില്ല. പരീക്ഷൻ്റെ ഉത്തര പേപ്പർ ഒപ്പിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അത് തന്നെ. പരീക്ഷൻ്റെ ഉത്തരവേപ്പറോ? അങ്ങനെ ഒരു സംഗതി തന്നെ ഞങ്ങൾ അറിഞ്ഞില്ല. ആ ഓൻ പറയൂല. കാരണം എന്താ അറിയോ? അത് ഞാൻ പറഞ്ഞുതരാം. ഷുക്കൂറേ, അതിൻ്റെ ഉത്തരവേപ്പർ എടുത്താ? അത് കാണാനില്ല. കേട്ടില്ലേ? അത് ഞാൻ കാണിച്ചു തരാം. കണ്ടങ്ങള് തൊള്ള തുറന്നാവാൻ നോണേ പറയുള്ളൂ. സത്യം പറയണം സത്യം പറയണമെന്ന് മൊയ്ലിയാന്മാർ എത്ര പറഞ്ഞിട്ട് ഓനെ മനസ്സിലാണ്ടേ? ഇതാ നോക്കി, 50 മുട്ട. ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചാലും 1/2 മാർക്കെങ്കിലും ഇടാനുള്ള ശരിയുത്തരിയിൽ കണ്ടുപിടിക്കാൻ കഴിയൂല. ഇതാ നോക്കി, വലതുന്നുള്ളതിന് വിപരീതം എന്താ? ബിന്തുൻ. നവൻ എഴുതിയതോ ഇടതുൻ. കണ്ടില്ല നിങ്ങള്? ആ വേറെ നല്ലൊരു വിറ്റുണ്ട്. ജക്കാത്തിന്റെ അവകാശികൾ എത്ര, അവരാരല്ലാന്നുള്ളതിന് ഓൻ എഴുതിയ നോക്കി. തോട്ടത്തിൽ അലവി, പുതിയോട്ടിൽ അവറാങ്ക, കുന്നത്ത് ഉണ്ണിക്കുട്ടി, പാടത്തൊടി കദീസുമ്മ, പുഴക്കര ഇസ്മാൽത്യാക്ക, പരിയാരം ഉസ്മാൻക, ഇങ്ങനെ തുടങ്ങി ഈ നാട്ടിലെ 10-20 പെരക്കാരെ പേരെഴുതിച്ചിണോൻ. അതിൽ കട്ടേക്കാടൻ ചെറിയോനാക്കാൻ്റെ പേരുണ്ടോ? ഇല്ലല്ലോ. ജിന്റെ പേര് അതിൽ എഴുതിയില്ലല്ലോടാ. നിങ്ങളെന്തിനാ എന്റെ മുമ്പിൽ ഓനെ തല്ലണത്? സക്കാത്തിന്റെ ലിസ്റ്റില് കട്ടേക്കാടൻ ചെറിയോന്ന് പറഞ്ഞ എന്റെ പേര് അതിലില്ലെങ്കില് പിന്നെ ഓനെ തച്ചാ മതിയോ? കൊല്ലണ്ടേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓൻ എന്തിനാ പുറത്താക്കിയതെന്ന്. ഏതായാലും എന്റെ പേരും കൂടി അതിൽ എഴുതി ചേർത്താ പ്രശ്നം തീർന്നല്ലോ. അത് നിങ്ങളെ ഏൽപ്പിച്ച് ഇതാ കൊണ്ടോയിക്കോളി. തല്ലേ കൊല്ലേ എന്ത് കാട്ടിയാലും കുഴപ്പമില്ല. പോടാർന്ന് മൊലിയാരെ വയ്യേ. പോവാനോട് പറഞ്ഞു. അല്ല ചെറിയോനാക്കേ, എന്താപ്പത് എടായിലിട്ടൊരടി തച്ചാ മതി ഓനെ. സക്കാത്തിന്റെ ലിസ്റ്റ് ഇട്ടപ്പോളേ എന്റെ സ്വന്തം പേരക്കുട്ടി എന്റെ പേരായിന്ന് ഒഴിവാക്കിയാണ്. ഓനൊക്കെ തച്ചാ മതിയോ? കൊല്ലണോനെ. നിങ്ങൾക്കും എനിക്കൊക്കെ കൊല്ലം സക്കാത്ത് കിട്ടിപ്പോരുന്നതാ. നമ്മളെ രണ്ടാളെയും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ധൈര്യമുള്ള സുജാ ഇയാൾ ആരാ ഇവിടെ ഉള്ളത്? അല്ല ചെറിയോനാക്കേ, നിങ്ങളുള്ളോടത്തൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒട്ടനും തൊള്ളിയും കാട്ടി നടക്കണ്. ശരിക്കും നിങ്ങളെ മകനെറ്റാണോ? ഞാൻ എന്റെ മൂർത്താവൂടി എന്നടുത്ത് തരൂ. വേറെ ആരെയും കണ്ടില്ല പോനെന്റെ മകനാക്കാൻ. എനിക്ക് തൊള്ളിയും കാട്ടി നിക്കാതെ. ചെറിയാനാക്കേ, അവിടേക്ക് ഞാനുണ്ട് നിങ്ങളൊപ്പം. എന്റെ സൗകര്യം കൊടുക്കാനാണെങ്കിൽ പോരണ്ട. അപ്പൊ ഒട്ടന്റെ സൗകര്യക്കാരനേക്കാളും നന്നാവൂലേ എന്റെ സൗകര്യക്കാരൻ. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് പറയാതിരിക്കുകയാണ് ഭേദം. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ജോലിയുണ്ട്. ഇത് മുഴുവൻ ചെയ്യുന്നത് അന്യനാട്ടുകാരാണ്. ആസാമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും ഒക്കെ ആൾക്കാർ വന്നിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. ഇഷ്ടംപോലെ പണിയുണ്ട്, നല്ല കൂലിയുണ്ട്, നല്ല ഭക്ഷണമുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ട. അവരെന്നിട്ടോ അന്യനാടായ ഗൾഫിൽ പോയിട്ട് ആ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുകയാണ്, ഇതിലും കുറഞ്ഞ ശമ്പളത്തിൽ. എന്നാൽ വേറെ ചിലർ കൂട്ടരുണ്ട്, നാട്ടിലും പണിയെടുക്കില്ല, അന്യനാട്ടിലും പണിയെടുക്കില്ല, നാടിനും വേണ്ട വീട്ടുകാർക്കും വേണ്ട. എന്നിട്ടോ കുളിച്ച് കുട്ടപ്പനായിട്ട് ഡ്രസ്സ് പണിഞ്ഞ് തെക്ക് വടക്ക് നടക്കുക. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയാമോ? നല്ലൊരു പെണ്ണ് കെട്ടണം. ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാൽ പോറ്റാൻ പറ്റുമോ? അതിനൊട്ടൊരു ഗതിയില്ലേ താൻ. എന്തിനു പറയണം? പണിയില്ലാതെ തെക്കും വടക്കും നടക്കുന്നോന് വേണം സ്ത്രീധനമായി ലക്ഷങ്ങളും സ്വർണ്ണ പണ്ടങ്ങൾ 100 പവനും. ഞാൻ പറയണമില്ല, പാടണമില്ല, നിങ്ങൾ കാണും.
എനിക്കിന്ന് രണ്ടാലൊരു തീരുമാനം അറിയണം. എന്റെ കല്യാണത്തിന് ബാപ്പ സമ്മതിക്കുമോ ഇല്ലയോ എന്ന്. എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കൂലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു സുക്കൂറ ഞാന്. എനിക്കെന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ ശുദ്ധഭാഷയിൽ ഇങ്ങനെ ചോദിച്ചോണ്ടൊന്നും എന്റെ സമ്മതം കിട്ടൂല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ കാരണം ഒരു 100 വട്ടെങ്കിലും എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വേണമെങ്കിൽ ഒരു വട്ടം കൂടി പറഞ്ഞു തരാം. ഒരു പണിയും ചെയ്യാതെ തെക്ക് വടക്കണ് നടക്കണേ അതിനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണേ എങ്ങനെ സുക്കൂറേ? കുപ്പാവും പാൻറ്റിന്റെ ഉള്ളിലാക്കി ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് രാവിലെ പുരേന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാ. അന്തി പാതിരമ്മ കയറി വരിക. അതിന്റെ പെണ്ണുങ്ങൾക്ക് തിന്നാനും ഉടുക്കാനും കൺമശി ഇടാനും ഞാൻ നയിച്ചുകൊണ്ട് വരിക. എങ്ങനെയുണ്ട്? അപ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കല്യാണം കഴിക്കണ്ടെന്നാണോ? തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ പെണ്ണ് കെട്ടണോ വേണ്ടെന്ന് ഓലെ വാപ്പാട് തീരുമാനിച്ചോളും. എനിക്കിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ്റെ കാര്യം നോക്കിയാൽ മതി. അവനക്ക് പെണ്ണ് കെട്ടണമെന്നുണ്ടോ? ഒരു കൊല്ലം ഈ പുരയിലെ ചെലവ് നടത്തി ഇതൊരാണാണ് തെളിയിക്ക്. പിറ്റേ മാസം 1-ാം തീയതി എൻ്റെ കല്യാണ. അല്ല, സ്ത്രീധനത്തിന്റെ പൈസ കിട്ടിയിട്ട് ഒരു കൊല്ലം ചെലവ് നടത്തിയാൽ മതിയാവോ? അതിന് ഞാൻ മറുപടി പറഞ്ഞാലേ കുറച്ച് ഏറി പോവും. പണിയില്ലെന്നും പറഞ്ഞ് പെണ്ണെട്ടാതിരിക്കാൻ പറ്റില്ല. എന്റെ ചങ്ങാതിമാർക്കൊക്കെ 2-3 കുട്ടികളായി. അതിനെ പറ്റി ഈ ബേജാറാണ്ട. അതൊക്കെ എൻ്റെ ചങ്ങായിമാർ തന്നെ നോക്കിക്കോളും. ഒരു പുതിയ തലമുറ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എനിക്ക്. അതുകൊണ്ട് നിങ്ങളെ സമ്മതത്തിന് ഇനി ഞാൻ കാത്തു നിൽക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരും ഞാൻ. വാപ്പാന്റെ കുട്ടി ഒന്നവിടെ മുട്ടുത്തി നിന്നാ. എന്തിനാ? നിക്ക്. ഈ ബാപ്പാന്റെ ഒരു കാര്യം, ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. ഇതിലൊന്ന് വട്ടത്തിൽ നടന്നാ. ഇങ്ങനെ നടക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇങ്ങനെ നടക്കാൻ കഴിയൂലേ? എന്നാ അതിലൊന്ന് മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയാ. മുറ്റത്തേക്ക് ഇറങ്ങാൻ തീരെ കഴിയൂലല്ലേ? ബാപ്പാന്റെ കുട്ടി എന്താ പറഞ്ഞത്? എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൊണ്ടുവരുന്നില്ലേ? അങ്ങനെ കെട്ടിക്കൊണ്ടുവന്നാല് ഈ പോരന്റെ അവിടുത്തെ ഈ കോലത്തിൽ നിരങ്ങി നടക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എന്റെ 2 കാലും ഞാൻ വെട്ടുന്നു. ബാപ്പേ, നിങ്ങൾക്ക് എന്താ ഈ കാക്കാന്റെ കല്യാണം നടത്തി കൊടുത്താല്? അഞ്ചൻ ഒരുത്തന് ഇവിടെ പോരാ നിറഞ്ഞു നിൽക്കുന്നുള്ള ഒരു വിചാരം ചെയ്യും ബാപ്പാക്ക്? വരല്ലോ എനിക്ക് കെട്ടിച്ചേരാൻ നല്ലോണം പെണ്ണിനെ. പെണ്ണിട്ടാനായിട്ട് പറഞ്ഞ ജാതികള്. എനിക്ക് പെണ്ണിട്ടാണോടാ? അമ്മതുട്ടിയെ, അന്റെ മകനെന്താ കൊറ്റൻകുട്ടീനെ കൂട് പറഞ്ഞിട്ട് അതിൽ കുന്തിരി എടുത്ത് പായണേ? പള്ളം പറഞ്ഞിട്ടുള്ള തകരാറ് ബറ്റ് കുത്തുക. അമ്മതുട്ടിയെ ഇരിക്ക്, ഒന്ന് പറയട്ടെ. പിന്നെ ചുരുക്കി പറയാ, 30-35 കൊല്ലായിക്കാണ് ഞാൻ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. 100 കണക്കിന് കല്യാണവും ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലോ എൻ്റെ മകൻ ഈ സുക്കൂറിനെ കൊണ്ട് ഒരു സൗകര്യവും എനിക്ക് കിട്ടണില്ല. മനുഷ്യന് ഒരു സൗകര്യവും കിട്ടണില്ലെങ്കിൽ പിന്നെ എന്താ ഞാൻ കാട്ടുക? പെണ്ണൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സുക്കൂർ അവിടക്ക് എവിടക്കാ ഈ മുങ്ങണ്? കാണുമ്പോ അവൻ ഒരൊറ്റ വർത്താനുള്ളൂ, പെണ്ണെട്ടണം എന്ന്. ഓനെ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് ഞാൻ. എങ്ങോട്ട് ഇറങ്ങിയാലും ഉപ്പൻ്റെ മുമ്പ് ചെന്നിട്ടാ ചാടുക. നാളെ അന്തിപ്പാതിരാക്ക് വാതിൽക്ക് വന്ന് മുട്ടിയ ഒച്ച കേട്ട് വാതിൽ തുറന്ന് നോക്കുമ്പോ ബനാ അപ്പോഴും ഓന് പറയാനുള്ളത് പെണ്ണെട്ടുക. ഈ എന്താ മുതരേവന് തിന്നാൻ കൊടുക്കല്? ഏതായാലും മനുഷ്യനൊരു സ്വൈര്യം വേണല്ലോ. അതുകൊണ്ട് ഇവനൊരു പെണ്ണിനെ ഞാൻ കണ്ട് ശരിയാക്കിയിട്ടുണ്ട്. പെണ്ണിന് തിന്നാനും കൊടുക്കാനും കൂടി ഇജ്ജ് കൊണ്ടുവരോ? ആ കാര്യത്തിൽ ഇജ്ജ് ബേജാറാകണ്ട. ഈ പെണ്ണിനും ആണിനും തിന്നാൻ കൊടുക്കണ്ട, പോരെ? മനസ്സിലായില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുക്കൂർ താമസിക്കുന്നത് പെണ്ണിന്റെ വീട്ടിലാ. ഓന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഓല് നോക്കിക്കോളും. പെണ്ണിന്റെ പുര നിർത്തിയേ സംഗതി എനിക്ക് 100 വട്ടം സമ്മതാ. പക്ഷെ അങ്ങനെ നടക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമല്ല. നേരിട്ട് കേട്ടാ വിശ്വാസം വരൂലേ? അടിക്കുന്നുണ്ട്. ഹലോ, ഇത് ഞാനാണ്, മരക്കാരാണ്. ഞമ്മളെ ഇന്നലെ പറഞ്ഞ കല്യാണോലോചന ഉണ്ടല്ലോ, അതായിട്ട് ഉറപ്പിക്കല്ലേ?
തട്ടും പുറത്ത് മമ്മദുട്ടിയാക്കാന്റെ ആ ചെറുക്കന്റെ പണിക്കൊന്നും പോകാതെ ആ ഓൻ തന്നെ. അനക്ക് എന്തിനാ കേടാ മരക്കാരെ? ഈ ഏത് കോത്തായിട്ടേരനാ? ഒരു പണിക്കും പോകാതെ വഴന്ന് നടക്കണ ആ കാട്ടുകുരങ്ങനെ എന്റെ മോളെ കെട്ടിച്ചു കൊടുത്താലും പോരാ, പിന്നെ ഓൻ എന്റെ പുരയിൽ നിർത്തി തീറ്റി പോറ്റാൻ മാത്രമുള്ള അന്തക്കേട് എനിക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ ഈ? തീരെ തലച്ചോറില്ല എനിക്ക്. ഓൻ കൂളിംഗ് ഗ്ലാസ് വെച്ച ആ കാട്ടുകുരങ്ങന്റെ മാതിരി ഒന്നും അല്ല. ആ ഓൻ ഇനി കൂളിംഗ് ഗ്ലാസ് വെച്ച് നാട്ടുകുരങ്ങായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഓൻ തന്നെയല്ലേ മുതല്. ഓനെ നമുക്ക് ശരിയാക്കി എടുക്കാന്ന്. ആ എന്നാൽ ഈ ഒരു കാര്യം ചെയ്യ്, ഓൻ അങ്ങോട്ട് ശരിയാക്കി നിർത്ത്. അനക്കുണ്ടല്ലോ കെട്ടിക്കാതെ മൂത്ത് നിരത്തി നടക്കണ ഒരു മകള്, ഓളെ പിടിച്ച് അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്ക്. എന്നാ പിന്നെ ഞാനെന്നാട്ടെ സുക്കൂറെ ഇപ്പറഞ്ഞൊന്നും ഈ കാര്യാക്കണ്ട. ഈ കല്യാണത്തിന് ഒരുങ്ങിക്കോ. അനക്കൊരു പെണ്ണിനെ ഞാൻ ഉണ്ടാക്കി തരും. അപ്പോ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. ഇനി കല്യാണത്തിന് ഒരുങ്ങാമല്ലോ അല്ലേ? ഇതിന് അധികം ഒന്നും ഒരുങ്ങാനില്ല. കൊറേ നേരായാലും ഒരു ഒച്ചയും പാടയും. ആരാ വന്നത്? അന്റെ വെള്ളിയാപ്പ ചാലവർഷ കുട്ടിരായിന് എന്താ ജോന്റെ മോണോ? എന്നിട്ട് മൂപ്പനെന്ത് കേറാതെ പോയത്? നേർന്നല്ലേ തരും ഞാന്. പെണ്ണ് കെട്ടാൻ പീറ കാട്ടി നടക്കണ 2 മക്കളാണല്ലോ കരിന്തള്ള എനിക്ക് ഉള്ളത്. പോയിക്കോ ജീന്റെ മുന്നിന്. നിങ്ങളെ വിത്തല്ലേ? പോകണ്ട ജി, എന്നോട് വാങ്ങും ജി. ഉമ്മ, ഞാനൊരുത്തൻ ഈ വീട്ടിലുണ്ടെന്ന് ഉമ്മാക്കെങ്കിലും ഓർത്തൂടെ? അത് ഈ ഭക്ഷണ സമയത്ത് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. സാധാരണ എല്ലാ വീട്ടിലും ഉമ്മമാരെ മക്കളെ കല്യാണക്കാര്യത്തിൽ താല്പര്യം എടുക്കാറ്. ഇതിപ്പോ ഈ വീട്ടിലെ ഉമ്മയും ബാപ്പി ഒരുപോലായിപ്പോയി. ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ പറഞ്ഞ കാര്യം ഞാനും പല പ്രാവശ്യം ആഗ്രഹിച്ചതാ. എന്നാലേ നിങ്ങൾക്കൊന്നല്ലേ കേൾക്കണ്ടുള്ളൂ. എന്റെ കല്യാണക്കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ രാവിലെ എന്റെ റൂമിന്റെ വാതിൽ തുറക്കുമ്പോൾ ഒരു കയറിന്റെ കഷ്ണത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാം. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് ബാപ്പാക്കുമായിരിക്കും. ഇതേപോലെ കടന്നലിന്റെ കുത്തുണ്ടായിരിക്കണ്. നക്കാനൊന്നും കിട്ടിയില്ലെന്ന്. പൊരയിലെ പണി മുഴുവൻ എടുത്ത് എനിക്ക് നീറ്റ് നടക്കാൻ വയ്യാണ്ടായി. അവിടുത്തെ കട്ടില് പോയി കടന്നോ. ഞാനിവിടെ കിടന്നാലേ നിങ്ങക്ക് നേരത്തിന് വെള്ളം ചൂടാക്കി തരാൻ ആരാ? വെള്ളം ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കിക്കോളാം. നിങ്ങക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, 4 നേരം ഉരുട്ടി മിണുങ്ങാനുള്ള കാര്യ. വെള്ളം ഉരുട്ടി മിണുങ്ങണത് നിങ്ങളോട് വർത്താനം പറയാനേ എനിക്കാവൂല. ഇന്ന് മുതൽ ഈ പൊരയിലെ പണി ഒറ്റയ്ക്ക് എടുക്കാൻ എന്നെ കൊണ്ടാവൂലാന്ന്. എന്നാലേ പൊരയത്തെ പണിയെടുക്കാനാണെങ്കിൽ എന്റെ വെള്ളിയാപ്പ ചാലവർത്ത കുട്ടിരായിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഞാനൊരു കാര്യം പറഞ്ഞാലേ നിങ്ങൾ കേക്കൂ? കേൾക്കാതിരിക്കണ്ട, ചെവി പൊട്ടിട്ടൊന്നുമില്ല. ഞാൻ കാര്യമായിട്ട് പറയാ, വീട്ടിലേക്ക് ഒരാളെ കൂടി കിട്ടിയ എന്റെ എല്ലാ സൂക്കേടും മാറും. പിള്ളേർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിയില്ല. എന്നടല്ലേ വേറൊരാളും കൂടി. നിങ്ങൾ ചൂടാവുന്ന കരുതിയിട്ടാ ഞാൻ കാര്യം പറയാത്തത്. ഈ കാര്യം എന്താ വെച്ചാ പറയും. എനിക്ക് മണിമണ്ടന്റെ മാതിരി എന്റെ ചുറ്റും ഇങ്ങനെ മൂളി നടക്കാൻ കഴിയൂല. ഒരു പെണ്ണ് കെട്ടുന്ന കാര്യ. ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരാശ്വാസാ. നിങ്ങൾ എന്തേലും ഒന്ന് പറയും. പെണ്ണ് കെട്ടണേന് എനിക്ക് തർക്കടൊന്നുമില്ല. പക്ഷെ അവസാനം പെണ്ണുങ്ങൾ പോര് കാണിച്ചെന്ന് പറഞ്ഞ് എന്റെ മനസമാധാനം കഴിഞ്ഞാല് 2 എണ്ണത്തിന് ഞാൻ കൊല്ലും. ഒരു പോരും ഉണ്ടാവൂല. എന്റെ മരുവളെ ഞാൻ പൊന്നു പോലെ നോക്കും. മാപ്പന്റെ 2ാം പെണ്ണിനെ മരുവള് നല്ല വിളിക്കല്. മാപ്പിളന്റെ 2ാം പെണ്ണോ? അതല്ല നീ ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഞാനൊരു പെണ്ണും കൂടി കെട്ടണമെന്ന്. അയ്യടാ, വയസ്സ് കാലത്ത് തന്റെ ഒരു പൂതി. ഞാൻ ഷുക്കൂറിന്റെ കല്യാണക്കാരിയാ പറഞ്ഞത്. ഇപ്പൊ കൊള്ളുന്നോട് ഷുക്കൂറിന്റെ കല്യാണക്കാരി ഇനി ഇവിടുന്ന് മുണ്ടിയാല്
അന്റെ പല്ലിന് മാത്രല്ല നാവിനടക്കി ഞാൻ കമ്പിയിടും. പിന്നെ എനിക്ക് അടുത്ത കാലത്തൊന്നും ഇന്നങ്ങനെ ആരും പൂജപ്പിച്ചില്ലോ. ഉമ്മ ബാപ്പയോട് പറഞ്ഞ് എന്റെ കല്യാണക്കാരും ഓക്കെ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ഇതെങ്ങനെ സാധിച്ചെടുത്തു? ഇനി ഈ പറയുന്ന കല്യാണം മുണ്ടി പോരുത്. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങളുടെ പ്രിയങ്കരനായ അഭിനേതാവ് സിദ്ദിഖ് കൊടിയത്തൂരിൻ്റെ മികച്ച പ്രകടനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സിദ്ദിഖ് കൊടിയത്തൂരിനെ നേരിട്ടൊന്ന് കാണണം എന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും ഒരു ചെറിയ ആഗ്രഹമുണ്ടാവാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സിദ്ദിഖ് കൊടിയത്തൂരിനെ നേരിട്ട് ഒന്ന് മൊബൈലിൽ വിളിച്ചു നോക്കാം. ഹലോ, സിദ്ദിഖ് കൊടിയത്തൂരല്ലേ? അതെ. ഞാൻ പ്രശാന്ത് കാഞ്ഞിന് പറ്റുവാണ്. ഓ, മനസ്സിലായി. മനസ്സിലായോ? എവിടെ ഉള്ളത്? ഞാൻ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ കുറച്ച് കോമഡി ക്ലിപ്പിങ്സ് കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിരോധമില്ലെങ്കിൽ ഇങ്ങോട്ട് വരാമോ? ഓ, അതിനെന്താ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, താങ്ക് യു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുവരേക്കും നമുക്കൊരു ഹാസ്യരംഗം കണ്ടിട്ട് തിരിച്ചു വരാം. നടക്കൂല, അപ്പൂനെ പാപ്പ കാവല് നിർത്തിക്ക. അത് പ്രശ്നമില്ല, ഞാനല്ലേ കൂടെ. വേണ്ട, ഖിലാഫത്തിന്റെ കാര്യത്തുള്ള കത്തിയാ അത്. അങ്ങനെ എത്ര കത്തി? ഞാനല്ലേ പറയണത്. ഇങ്ങോട്ട് വരിക, വാ. ബാപ്പേനി നോക്കാൻ കാവ് നിർത്തിയേച്ചി എന്നെ ബഡ്ഡി കൊല്ലിൽ വിളിച്ചേ എന്റെ മൈക്കത്ത് ഞാൻ കൊന്നെടുക്കും. ഇതൊന്നാട്ട് ഊരി വിളിച്ചേ. നല്ല ചൊറുക്കായിന്. ഓനേതായാലും അവിടെ കിടക്കട്ടെ. ഓന് ബോധം കടൽ വലിയ പുതുമുള്ള കാര്യമൊന്നുമല്ല. നേരം വെളുക്കുള്ളൂ, ഓരോണ്ട് ഓരോ അലമ്പും ഞമ്മക്ക് ഉണ്ടാവൂല. ഇതൊന്നാട്ട് ഊരിയ
പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മോടൊപ്പമുള്ള ഈ താരത്തെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഒട്ടനവധി ഹോം സിനിമകളിലൂടെ, മികച്ച വേഷങ്ങളിലൂടെ, അതിലുപരി ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിൽ ഇടം നേടിയ, നമുക്കേവർക്കും പ്രിയങ്കരനായ, അനുഗ്രഹീതനായ ആ താരം സിദ്ദിഖ് കൊടിയത്തൂരാണ്. അപ്പോൾ സിദ്ദിഖ് കൊടിയത്തൂരിനോട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരുപാട് ഹാസ്യ കഥാപാത്രങ്ങളെ വളരെ തന്മയത്വപൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ട് സിദ്ദിഖ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വേഷം ഇതുവരെ അവതരിപ്പിക്കാത്തത്? സത്യം പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എൻ്റെ സീരിയസ് ആയിട്ടുള്ള മുഖം വേണ്ട. എന്നെ മുഖം മാക്സിമം വൾഗറായി എത്ര കാണുന്നോ അത്രയും പ്രേക്ഷകരെ സ്വീകരിക്കുന്നതല്ല. പിന്നെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം തീരുമാനിച്ചിട്ട് കാര്യമില്ല. ഡയറക്ടേഴ്സ് തീരുമാനിക്കണം, സ്ക്രിപ്റ്റ് എഴുതുന്നവർ തീരുമാനിക്കണം. അങ്ങനെ ഏതെങ്കിലും കാലത്ത് അവർ സീരിയസ് ആയിട്ടുള്ളൊരു വേഷം എന്നോട് ചെയ്യിക്കണം എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു വേഷം ചെയ്യുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അങ്ങനെ ചെയ്താലും വിജയിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. വിവരം കേട്ട ഈ പൊട്ട മുസ്ലിയാരുടെ വാക്ക് കേട്ട് എനിക്ക് അവകാശപ്പെട്ട സ്വത്തിലെങ്ങാനും കൈവച്ചാലുണ്ടല്ലോ. ടാടാ അധികം വിളച്ചിലെടുക്കല്ലേ. ജ്യേഷ്ഠന്റെ മോനാണെന്ന് ഞാൻ നോക്കില്ല. ചാവിട്ടി നിന്റെ നാട്ടിൽ ഞാൻ ഓടിക്കും. എടാ, സംഗതി സീരിയസ് ആയി മാറുന്നുണ്ട്. നമുക്ക് സ്ഥലം വിടാം. യു ആർ കറക്റ്റ്. മതി മതി, കേട്ടു മടുത്ത് ഈ ഉപദേശം. പിന്നെ ഒരു കാര്യം, ഞാനും GKയും ബാംഗ്ലൂരിലേക്ക് പോവാ. ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ. തിരിച്ചു വരുമ്പോൾ എനിക്ക് അവകാശപ്പെട്ട സ്വത്തിലെങ്ങാനും കൈവച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ മുറിവേറ്റ ഒരു സിംഹത്തെയായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക. അത് മറന്നു പോവരുത്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ, ഞാൻ സിനിമാ താരങ്ങളെ അനുകരിച്ച് കോമഡി കാണിക്കുന്ന ഒരാളാണ്. അതിൽ കൂടുതൽ മിമിക്രി എന്ന് പറയുന്നൊരു തലമുള്ളത് കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് കോമഡിയായി മാറിയതും പ്രേക്ഷകരത് അംഗീകരിക്കുന്നതും. സിദ്ദിഖിനെ സംബന്ധിച്ച്, സിദ്ദിഖ് ഇപ്പോൾ വൈരൂപ്യം കൊണ്ട് കോമഡി കാണിക്കാൻ പറ്റാത്ത ഒരാളാണ്. കാരണം വളരെ സുന്ദരനായ ഒരാളാണ്. അപ്പോൾ ഇത് കോമഡിയിലേക്ക് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം സംഭവിച്ചത്? അതായത് ഈ ഹോം സിനിമയുടെ തുടക്കം പിന്നെ നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറയുന്ന ഒരു നാടകം ഹോം സിനിമ ആക്കുന്നതിലൂടെയാണ് ഹോം സിനിമ പ്രസ്ഥാനം തുടങ്ങുന്നത്. ഈ നാടകത്തിൽ എനിക്കൊരു കോമഡി കഥാപാത്രമായിരുന്നു ചേക്കു എന്ന് പറഞ്ഞ കഥാപാത്രം. ഈ കഥാപാത്രം അപ്പിയറൻസിൽ കാണുന്ന കാഴ്ചയിൽ തന്നെ ഒരു വിരൂപനായിട്ടുള്ള ആള്, ഒരു വൃത്തികേട് നിറഞ്ഞ ഒരാള്. അത് ആ കഥാപാത്രം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അത് അത്യാവശ്യം ക്ലിക്കായതിനു ശേഷം പിന്നീട് വന്ന ഹോം സിനിമകളിലും കോമഡി കഥാപാത്രങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അങ്ങനെയാണ് ഇതിൽ ഒരു കൊമേഡിയനായിട്ട് നിലനിന്നത്. ഈ ടൈപ്പ് ചെയ്യപ്പെട്ടു ആളുകൾ അങ്ങനെ മുദ്ര കുത്തി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ നിന്ന് കയറണം. പിന്നെ വെറുതെ ആളെ വണ്ടി കയറണങ്ങായി കേൾക്കാതെ പോടായിരുന്നു. അന്നെ കണ്ടോളാം. സുലൈമാന് നല്ല മാപ്പിള പാട്ടുണ്ട്. ഏടാ എന്റെ മുട്ടിക്കോലു റേഡിയാനും കാട്ടിയ. അന്തരുക്ക വെരി നല്ല പാട്ടുണ്ട്. രണ്ടെണ്ണം കേട്ടിട്ട് പോവാ. പാട്ട് പാട്ട് അങ്ങനെ പറയും. പുട്ടും വേണോ നല്ല കറിയും വേണോ? പുട്ടോ? എന്താ നിങ്ങൾ പറയണേ? പിന്നെ എന്തിനാ പ്ലീസ് അങ്ങോട്ട് വിളിച്ചു എത്തിയത്? ഞാൻ പാട്ടുണ്ട് എന്നാ പറഞ്ഞേ. അത് വേണമെങ്കിൽ രണ്ടെണ്ണം കേട്ടിട്ട് പോയിക്കോളി. എന്റെ ഓക്കെ കൊണ്ടുപോയി. എന്റെ ഓക്കെ കൊണ്ടുപോയി കൂടെ ഒരു സാധനത്തിൽ പോയിരുന്നു. എന്തായാലും ആൻസൺ ഒരു ബൈക്ക് ഫോണോ ഇല്ലാതാക്കാനേ. സിദ്ദിഖ് ഒരുപാട് വിവിധങ്ങളായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വൃദ്ധനായിട്ടും മന്ദബുദ്ധിയായിട്ടും അതുപോലെ തന്നെ ഒരു ഇടത്തരം ബ്രോക്കറായിട്ടും ഒക്കെ അവതരിപ്പിച്ചു. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇതിൻ്റെ മാനറിസങ്ങൾ, അതുപോലെ ഇതിൻ്റെ രൂപമാറ്റങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? അതായത് കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡയറക്ടറും ഞാനും കുറച്ച് ഡിസ്കസ് നടത്തും.
കഥാപാത്രം എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ എന്തൊക്കെ മാനറിസങ്ങൾ വേണം, പ്രായം, ഇതിനൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കഥാപാത്രത്തിന് പറ്റുന്ന കുറച്ച് മാനറിസങ്ങൾ തേടി ഞാൻ ചെറിയൊരു ഹോംവർക്ക് ചെയ്യും. അത് നാട്ടിലുള്ള ആളുകൾക്ക് ചില ശൈലികളുണ്ടാവും. പല കഥാപാത്രങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ കാണാം. ചില ശൈലികളുണ്ടാവും, നടത്തത്തിലുണ്ടാവും, സംസാരത്തിലുണ്ടാവും. ചില ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവർ അറിയാതെ വരുന്ന സംഗതികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബകലഹം 100-ാം ദിവസത്തിൽ അവതരിപ്പിച്ചുള്ള കഥാപാത്രം ഇടയ്ക്ക് എന്ത് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാലും മുൻഷിലായിരുന്നു നോക്കും. അത് അങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് എൻ്റെ നാട്ടിൽ. അപ്പോൾ അയാളുടെ ആ ഒരു ശൈലി ഈ കഥാപാത്രത്തിലേക്ക് അങ്ങോട്ട് കൊടുത്ത് രൂപപ്പെടുത്തുന്നതാണ് ഉണ്ടായിട്ടുള്ള അധിക കഥാപാത്രങ്ങൾ. എന്തേ എന്തേ ഈ നേരത്ത്? കേറുവാ. ഞാനൊരു സാധനം ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. എന്റെ ചക്കയാ? ചക്കയും വാങ്ങിയൊന്നല്ല. എന്നാ കദളിക്കൊലയായിരിക്കും. നാളെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ? കൊലയും തലയൊന്നല്ല, വേറൊരു ഇടപാടിനാണ് ഈ ഇമ്പിച്ചി ഈ അൽതാഫ് ഫാറൂഖ് ഗസാനി ഇവിടെ വന്നത്. ജാസ്മിനാ, അതിന് ഓൾ ഇവിടെ ഇല്ലല്ലോ. അക്കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. ജാസ്മിനാ, ഇറങ്ങി വാ. അല്ല, എന്ത് പറ്റി മോളെ? എന്തിനാ ഈ കരയണ? എന്താ മോളെ ജാസ്മിനെ കാര്യം? എന്താ എനക്ക് പറ്റിയത്? അൽതാഫ് ഫാറൂഖ് ഗസാനി സമ്മതിച്ച്. ഈ എന്താ കാര്യം പറയും? ചില പ്രമദവനമായ കാരണങ്ങളാൽ ഞാൻ എന്റെ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു. പറയരുത്, ആക്രമിക്കരുത്, ഞാൻ കേസ് കൊടുക്കും. എന്നാ പറയാ എന്താണ് എന്റെ ഉദ്ദേശം? ഇപ്പോഴത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദാറ്റ്സ് ഓഫ്. തുടർന്നുള്ള ഇടപാടുകൾ കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ ഇവളുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് ഒരു 2ാം കെട്ടിന് ഞാൻ തയ്യാറാവും. അതിന് മാത്രം ഇവിടെ എന്താണ് ചെയ്തത്? ഓളൊന്നും ചെയ്തില്ല, പക്ഷെ നിങ്ങൾ ചെയ്തു. നിങ്ങൾ എനിക്ക് തന്ന സ്ത്രീധന തുക വളരെ കുറഞ്ഞുപോയി. പണ്ടത്തിന്റെ തൂക്കത്തിലുമുണ്ട് ആ കമ്മി. എന്ത് കുറഞ്ഞെന്നാ ഈ പറയണത്? ഇവളെ കെട്ടാൻ വേണ്ടി ഈ ചോദിച്ച 15 പവനും 50,000 ഉറുപ്പിയും തികച്ചു തന്നില്ല. എനിക്ക് ഒരു ഉറുപ്പ്യ കുറഞ്ഞിക്കണോ? നിങ്ങൾ കുറച്ചു തന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, തന്നത് കുറഞ്ഞു എന്നാ പറഞ്ഞത്. 5 കൊല്ലം മുമ്പ് പഞ്ചാരക്ക് എന്തായിരുന്നു വില? ആ വിലയാണിപ്പോ. അന്ന് അരിക്കും ചീരുള്ളിക്കും എന്തായിരുന്നു വില? ആ വിലയാണിപ്പോ. ബലൂണിനും പീപ്പിക്കും അലുവക്കും അച്ചാറിനും എന്തായിരുന്നു വില? ആ വിലയാണിപ്പം. ഇവിടെ ഞാൻ ഇന്ന് കെട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തരും? കുറഞ്ഞത് 30 പവനും 1.5 ലക്ഷം ഉറുപ്പിയും തരൂലേ? അതാണ് ഞാൻ ചോദിച്ചത്. അന്ന് നിങ്ങൾ ഇവക്കും വേണ്ടി കൊടുത്ത പൈസന്റെ ഗ്യാരണ്ടി ഒക്കെ കഴിഞ്ഞിക്കണേ. അന്ന് കൊടുത്ത പണ്ടൊക്കെ ഓളരുത്തുണ്ടായിനും. ഇപ്പൊ ഈ ഇടപാട് ഇവിടെ വെച്ച് തീർന്നിക്കണേ. ബാക്കി കാര്യങ്ങൾ എന്ന് തരുന്നോ അന്ന് ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമല്ലോ. ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ഇതാ ഓള് പറഞ്ഞുതരും. എന്താ ജാസ്മിൻ ഓന് പറഞ്ഞത്? നിങ്ങളൊക്കെ കേട്ടില്ലേ മൂപ്പര് പറഞ്ഞത്? ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന്. ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് വിവരം പറഞ്ഞിരുന്നെങ്കില് വേണമെങ്കിൽ മൂപ്പരും 4-5 കൊല്ലം കാത്തിരിക്കേനെന്നാ ഇപ്പൊ പറയുന്നത്. ഒക്കെ എന്റെ വിധി. വാ മക്കളെ. ജാസ്മിന, അവിടെ നിക്ക്. എന്റെ മോനെ ഞാൻ കൊണ്ടുപോവാ. ഇവൻ ഇവിടെ നിന്നാല് ഇവനെ കണ്ടു പഠിച്ച് ഇവൻ നാശാവും. നടക്ക്. എന്റെ മോളെ ഞാൻ കൊണ്ടുപോവാ. ഇവളവിടെ നിർത്തിയാല് ഇവളെ കണ്ടു പഠിച്ചിട്ട് എന്റെ കുട്ടി അരപ്പാവും. വാ മോളെ. ഈ വിഷമിക്കണ്ട. ഉമ്മാന്റെ കൂട്ടത്ത് കൂടി കുറച്ച് ജിയോ അങ്ങോട്ട് അരപ്പായിക്കും. അൽതാഫ് ഫാറൂഖ് ഗസാനി. സിദ്ദിഖയുടെ ഈ ഹാസ്യ കഥാപാത്രങ്ങളോട് പ്രേക്ഷകരുടെ സമീപനം എങ്ങനെയാണ്? ഇപ്പോൾ നേരിട്ട് കാണുമ്പോഴോ അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുമ്പോഴോ എങ്ങനെയാണ് അവർ പ്രതികരിക്കുന്നത്? പ്രേക്ഷകർ ഫോണിൽ വിളിച്ചിട്ട് അഭിനന്ദനം പറയും. ചില ആളുകളൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ കണ്ടിട്ട് ചില ന്യൂനതകളൊക്കെ പറയും. പിന്നെ പല ആളുകൾക്കും വിളിച്ചിട്ട് പല സമയത്തും അവർക്ക് അതിൽ പ്രയോഗിച്ചിട്ടുള്ള ഡയലോഗുകൾ കേൾക്കണം. പിന്നെ ചില സമയത്ത് ചില ഫംഗ്ഷനിലൊക്കെ സജീവമായി നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് വിളിച്ചിട്ട് ഡയലോഗ് പറഞ്ഞു കൊടുക്കാനൊക്കെ പറയാം. അതൊക്കെ നടക്കാത്ത സംഗതികളാണ്. പിന്നെ ഈ അടുത്ത കാലത്തൊരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെക്കൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ ലീക്ക് ബീരാനിൽ പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ആ പല്ല് ഒന്ന് വായ്പ തരുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്തിനാ എനിക്ക് ആ പല്ല്? ഓന് പിന്നെ സബ് ജില്ലാ കലാമേളയിൽ മോണാക്കിൽ ഫസ്റ്റ് കിട്ടിയിട്ട് ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജില്ലയിൽ വെച്ചിട്ടൊന്ന് അഭിനയിക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, മോനെ ആ എൻ്റെ പല്ലിന് മാച്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തൊരു സാധനം, അത് എൻ്റെ പല്ലിൽ വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കുന്നില്ല. അതെങ്ങനെങ്കിലും തന്നാൽ മതി എന്നുള്ള അവസാനം ഞാൻ ഫോൺ കട്ട് ചെയ്തതാണ്.
അതേപോലെ ഗൾഫിൽ നിന്നൊക്കെ രാത്രി വിളിക്കും. അവർ രാത്രി അവിടുത്തെ ടൈം ഇവിടെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അവിടെ പിന്നെ ഫിലിം കണ്ടു കഴിഞ്ഞ ഉടനെ എന്നെ വിളിക്കും. ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ആ ഡയലോഗ്, ഇപ്പം ഞങ്ങൾ ഇന്ന ഫിലിം കണ്ടു കഴിഞ്ഞാൽ ആ ഡയലോഗ് ഒന്ന് പറയുമോ. അത് ഞാൻ ഇവിടെ ഫോണ് അറ്റൻഡ് ചെയ്യുന്ന സമയം ചിലപ്പോൾ രാത്രി 2 മണി 2:30 മണിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഉറക്കൊന്ന് വിളിച്ചിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് നമ്മൾ ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ ഒക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ചില രസകരമായിട്ടുള്ള അനുഭവങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. 1 ടീസ്പൂൺ വീതം 3 നേരം. ഈ ചിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു കോമഡി സീനാണ് നിങ്ങൾക്ക് മുന്നിൽ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മ്യൂസിക് ട്രാക്ക്. പതിവ് പോലെ തന്നെ നല്ലൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മനോഹരമായ ഒരുപാട് ഗാനങ്ങളും സീനുകളുമായിട്ടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓരോ കോളുകളും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ. മറ്റേ ഫോണിലൊന്ന് വിളിച്ചു നോക്കണം. നിങ്ങൾ ഒന്നും കൂടി വിളിച്ചു നോക്കിയത്. എല്ലാവരും വിളിച്ചോളൂ, ട്രൈ ചെയ്തോളൂ. ഈ എപ്പിസോഡിൽ നിങ്ങളുടെ ഓരോ കോളുകളും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിപ്പോ അങ്ങനെ നിന്ന് പരിപാടി കഴിയുമെന്നാ തോന്നുന്നത്. നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന വിലയേറിയ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, വെൽക്കം ടു മ്യൂസിക്. വിളിക്കുന്നത് ഇത് ചെറിയോനാ. ചെറിയോനോ? കട്ടേക്കാടൻ ചെറിയോന്. ഓക്കെ, ചെറിയോൻ എവിടുന്നാണ് സംസാരിക്കുന്നത്? ഞാനിപ്പോ പടിഞ്ഞാറ് അകത്തുനിന്നാ. അവിടെയാണല്ലോ TV ഉണ്ടായച്ചേ. അതല്ല, ചെറിയോൻ ഏത് നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നാണ്. ഇവിടെ തോട്ടക്കാട്ടിൽ നിന്ന് പറയും. തോട്ടക്കാട്ടിലോ? നിങ്ങള് കേട്ടില്ല പാട്ട്, തോട്ടക്കാട്ടിലെ മമ്മദ് കാക്കാന്റെ കൊമ്പമ്മീസാ. അല്ലാ, കേൾക്കുന്നില്ല. ആ ടിവിയുടെ വോള്യം ഒന്ന് കുറക്കും. സൗണ്ട് ഒന്ന് കുറക്കും. ആ സൗണ്ട് ഒന്ന് കുറച്ചാൽ മതി. ഇത്ര മതിയോ? ഇനി പറഞ്ഞോളൂ. ചെറിയോനൊക്കെ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോ ഇത് പരിപാടി കണ്ടോണ്ടിരിക്ക. കൊറേ നേരമായി വിളിക്കണേ. ചെറിയോനൊക്കെ എന്ത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ? ഞാനിപ്പോ ഒരു വർക്കും ചെയ്യണില്ല. ഇപ്പൊ ഈ പരിപാടി കണ്ടു നിൽക്കുന്ന പണിയാണ്. ചെറിയോനൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ പുരയിൽ ഇപ്പൊ എന്റെ പെണ്ണുങ്ങള് പിന്നെ എന്റെ അടുത്ത് ഇരുന്ന് കാണുന്നുണ്ട് പരിപാടി. അതെ, എന്റെ തൊള്ളേ നോക്കി നിക്കുക അവള്. വൈഫോ? ഇങ്ങോട്ട് തരി, ഞാനും കുറച്ച് പറയട്ടെ. അവിടെ നിക്ക് പളെ. എന്താണ്? അല്ല, അത് ഇവിടെ പെണ്ണുങ്ങളോട് പറഞ്ഞതാ. ഓള് എന്നെ ഇടങ്ങാറാക്കിയോണ്ട് നിക്കുക. അത് ശരി. ഈ സംസാരം ഗായകനാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയോനൊക്കെ പാട്ട് പാടാൻ അറിയാമോ? പാട്ട് ഞാൻ പാടിത്തരാം. ഇഷ്ടംപോലെ പഠിച്ചതുണ്ട്. ഉടനെ കഴുത്തന്റെ ദറുക്കൂബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് വാപ്പാ. പാട്ട് വളരെ മനോഹരമായിരിക്കുന്നു. വേറൊരു പാട്ടുണ്ട് മോനെ, അതാണ് ഞാൻ പാടിക്കോളാം. എന്താ ചെറിയോനൊക്കെ പാടിക്കോളൂ. അവിടെ നിക്ക് ചെറിയോനക്ക. അല്ല മോനെ, ഇവിടെ പറഞ്ഞതാണ്. ശരി. യഹയൂസമാവാത്തും ബുറാക്കിലരീം യഹറ്റം സാറഫോഡേം റസൂലും പാരീം. അപ്പൊ ചെറിയോനക്ക, നമ്മുടെ സമയം വളരെ പരിമിതമാണ്. ഒരുപാട് കോളേജ് ഇനിയും വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിക്ക് വേറൊരു പാട്ടുണ്ട്. അത് ഞാൻ പണ്ട് മദ്രസിൽ പഠിച്ചിന കാലത്ത് പാടിയതാ. അത് പാടി അങ്ങോട്ട് കഴിഞ്ഞു നോക്കുമ്പോ കുട്ടികളൊക്കെ കൂടി അങ്ങോട്ട് കൈയടിച്ച് തരണം പി ദാവോരം ഉങ്ങളോ ഈ തനത്തിലാരും നിഖില്ലല്ലോ. ഓക്കെ ചെറിയാനക്ക, വിളിച്ചതിന് നന്ദി. ഹലോ. അപ്പോൾ ഇപ്പൊ വിളിച്ചത് ചെറിയാനക്ക ആയിരുന്നു. ചെറിയാനക്കക്ക് വേണ്ടി മനോഹരമായ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹിറ്റായ ഡാഡി മമ്മി വീട്ടിലില്ല എന്ന മനോഹരമായ തമിഴ് ഗാനം വെച്ചുകൊടുക്കാം. ഒരുമ്പട്ടം പറ്റിച്ച്. ഇതിപ്പോ പെണ്ണുങ്ങളാണ് വിളിച്ചതെങ്കിൽ ഓന് വർത്താനം പറഞ്ഞാൽ പൂതി കെടൂല. അതിനാണ് മനസ്സാ ഞാൻ കയ്യട്ടിയത്. ഇങ്ങോട്ട് ഓനുമായിട്ട് അങ്ങനെ കൊഞ്ചണ്ട. ഓൻ എന്റെ ഒച്ച കേട്ടേക്കും ഓനും മതിയായി. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുമുണ്ട്. പക്ഷെ നമ്മുടെ സമയം വളരെ പരിമിതമാണ്. മറ്റൊരവസരത്തിൽ അതിനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് ആശ്വസിക്കാം. അപ്പോൾ ഇനി നമുക്ക് സിദ്ദിഖയുടെ വളരെ വിഖ്യാതമായ ഒരു കോമഡി സീനിലേക്ക് കിടക്കാം. നിങ്ങളെന്താ മീൻ ഉമ്മൊടുക്ക? അല്ല, കടലിൽ നിന്ന് പോന്നിട്ട് എത്ര റോസായി ചോദിച്ചു നോക്കിയതാ. ഇതൊരു 1 കിലോ മത്തി എടുത്താ, വലിയ നോക്കി എടുത്തോ. അവസാനങ്ങൾ 1 കിലോ മത്തിയുമേലെ വെക്കുള്ളൂ നമുക്ക് അറിയാം. വേണ്ട, ഞാൻ ദിവസം 1.5 കിലോ അയക്കോര വാങ്ങിയുണ്ടോ? എനിക്ക് തൃപ്തിയാവോ? ഞമ്മള് തോറ്റു മമ്മതുറ്റാക്ക. നിങ്ങളായാലോകാരം വന്നല്ലോ, 1 കിലോ മത്തി എടുക്കല്ലേ? ഇന്ന് മത്തി വേണ്ട, കഷ്ണമേ മതി. ഇപ്പൊ അങ്ങനായോ? ഇതെല്ലാം മുമ്പ് പറഞ്ഞ മത്തിയിലാണ് വിറ്റാമിൻ ഉള്ളതെന്ന്. വീട്ടിലെ ഇളയ മകളും മരുമകനും വന്നിക്കുന്നു. അതെന്താ മരുവനും വിറ്റാമിൻ പറ്റൂലേ? വിറ്റാമിനേക്കാൾ ടേസ്റ്റ് കഷ്ണമീനാണ്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു നോക്കി. ഇതാ നിങ്ങളെ മത്തി.
നിങ്ങളെ കഷ്ണം മീന ആ എന്നാ പോകല്ലേ? ആ വരെ 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 അയിലുണ്ട്, മത്തുണ്ട്, ബത്തലുണ്ട്, തിണ്ടുണ്ട്, സൂതുണ്ട്, ചെമ്മിയുണ്ട്, ആകോലുണ്ട്, ഐക്കോറുണ്ട്, പുതിയാപ്പളക്കോറുണ്ട്. വരെ 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 വരെ. മരുവൻ എപ്പോഴാ വന്നത്? കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. ഓൻ എനിക്ക് നല്ലോണം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഓൻ വരുമ്പോ ഈ ഇവിടെ ഉണ്ടാവില്ല. ഈ ഇവിടെ ഉള്ളപ്പോ ഓൻ വരാറുമില്ല. എന്താ ഓനക്ക് എന്നെ പേടിയാ? ആ ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ഏതായാലും ഈ ഒരു കാര്യം ചെയ്യും, ഇന്ന് ഉച്ചക്ക് വീട്ടിക്ക് വാ, മരുവനൊന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ. ഈ കാര്യം കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മീൻ ഇത്ര വാങ്ങണ്ടില്ലായിരുന്നു. 1/2 കിലോ മത്തിയല്ലേ അമ്മദൂട്ടി, അതുമല്ല അപ്പുറം തിന്ന എന്റെ വീട്ടിൽ ആളുണ്ടല്ലോ, പിന്നെ എന്തിനായി കണക്ക് പറയണത്? മത്തി 5 കിലോ വാങ്ങി കൊടുത്താലും കാടാമുച്ചന്റെ മാതിരി തിന്നു തീർക്കാൻ വീട്ടിൽ ആളുണ്ടാവും എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു കണക്ക് വേണ്ടേ? ആ അതും ശരിയാ. എന്നിട്ട് ഉച്ചയ്ക്ക് വരാൻ മറക്കണ്ട. ഉച്ചഭക്ഷണത്തിന് വരാൻ മറക്കേ, അതിന് ആള് വേറെ മാറി വരേണ്ടി വരും. ഏതായാലും ഒരു കാര്യം ചെയ്യ്, ഈ നടന്നോ, എനിക്ക് കുറച്ചുകൂടി സാധനം വാങ്ങാണ്ട്. ആ ആ മമ്മദുട്ടിയാക്ക, ആ ഞാനിപ്പോ ഒരു പ്രശ്നത്തിലാ. എന്ത് പ്രശ്നോ? പെണ്ണുങ്ങളൊന്ന് ആസ്പത്രി കൊണ്ടുപോകണം. മറ്റന്നാളെ അവളെ പ്രസവത്തിന്റെ ഡേറ്റ്. അല്ല, ഓളെ ആശുപത്രി കൊണ്ടോണ്ടത് പിച്ചോ അതോ ഞാനോ? കൊണ്ടോണ്ടൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷെ എന്റെ കയ്യിൽ ഒരൊറ്റ പൈസ ഇല്ല. നിങ്ങളൊരു 500 റുപ്യ കടം തരണം. എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നലെ വെള്ളം ഉണ്ടായത് ആണോ? 9 മാസം മുമ്പ് എനിക്ക് അറിയില്ല എന്റെ പെണ്ണുങ്ങൾ 10-ാം മാസം പെറുന്ന്. ഇതുവരെ എന്തെടുക്കനി ജി? ഓ പൈസ ചോദിച്ചാൽ വന്നിടിപ്പോ. ഈ ആദ്യക്ക് പെണ്ണ് കെട്ടിച്ച് കൊടുത്ത ആൾക്കാരെ ചവിട്ടണം. ആ മമ്മൂട്ടേക്ക, എന്തൊക്കെ നിങ്ങളെ വർത്താനം? മലയാളം തന്നെ. ഓരോ പ്രാവശ്യവും ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓനൊരു ചോദ്യ, എന്തൊക്കെ നിങ്ങളെ വർത്താനം. ആ ചോദ്യം കേട്ടാ തോന്നുന്നു ഈ നാട്ടിൽ കേട്ട് വരുന്നത് തന്നെ എൻ്റെ വർത്താനം അറിയാനാണെന്ന്. അല്ലാതെ ഒരു കാലിച്ചായ പോലും എൻ്റെ കൈ കൊണ്ട് എനിക്ക് കിട്ടിയില്ല. ഇങ്ങോട്ട് വന്നാണ് എൻ്റെ വർത്താനം അറിയാൻ. ഏതയാള്? മാറിയാമ്മ, ആനവർച്ചി മാറിയാമ്മ, അന്ന് സൗണ്ട് കേൾക്കാൻ വിളിച്ചതല്ലേ ഞാൻ. എന്നോട് കൊണ്ടുവരും. എന്തേ മീനാണെങ്കിൽ അവത്തിക്ക് വെച്ചാ പോരെ, മിറ്റത്ത് നിന്നാർക്കണോ? കുറച്ച് പച്ചക്കറി വാങ്ങി അങ്ങാടി വെച്ച് മറന്നുപോയി. അത് നീ കൊണ്ടുവരാൻ എൻ്റെ വലിയപ്പ ചാലവർത്ത കുട്ടിരായും പോവോ? ഞാൻ തന്നെ പോണ്ടേ? അല്ല, ഉച്ചക്കുള്ള ചോറിനായിരിട്ടോ? ചോറ് വന്നിട്ട് നേരം കുറയായി. സ്വന്തമാണ്, അതിപ്പോൾ നഷ്ടമല്ലോ. എനിക്കൊന്ന് ഉച്ചക്ക് ഇവിടെ ചോറ് വെക്കണ്ട. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മൂസക്കോയ. ആ അത് നന്നായി. ഇന്നെങ്കിലും പെരയുള്ളവർക്ക് പള്ളറച്ച് ചോറ് തിന്നാലോ. അങ്ങനെ ഇപ്പം നിങ്ങൾ പള്ള ഫുള്ളാക്കണ്ട. എനിക്കുള്ള ചോറ് ഒരു പാത്രത്തിലെടുത്ത് മൂടി വെച്ചാളാ. അന്തിക്ക് തിന്നാലോ. വൈകുന്നേരം അത്രയും അരി കുറച്ചിട്ടാൽ മതി. ആ പിന്നെ മീൻ ബാക്കിയാക്കണമെന്നില്ല. മൂസക്കോയ കണ്ടമീൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് കണ്ടമീൻ തിന്നുമ്പോൾ നിങ്ങൾ തിന്നണ മത്തിൻ്റെ കണക്ക് പറഞ്ഞ് വെറുതെ എൻ്റെ നലിയും വലിയും കളയണില്ല. ഓ അല്ലെങ്കിൽ ഇങ്ങക്ക് ഭയങ്കര നെലിയും വലിയ. എൻ്റെ മാപ്പിളായി നിൽക്കുക അത്ര നലിയും വലിയൊക്കെ മതി. ആയിക്കോട്ടെ, ഞാൻ തോറ്റ്. ഇപ്പൊ ജയിച്ചാലും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകാൻ പോവാണല്ലോ. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തിന്ന അങ്ങേക്ക് പോണേനൊന്നും തരക്കേടില്ല. അവിടെ ചെന്ന് കണക്ക് പറയാൻ നിൽക്കരുത്. ഓല് പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങൾ ഓൽക്ക് തോന്നിയ പോലെ വെക്ക് തിന്നേ ചെയ്തോട്ടെ. നിങ്ങൾക്ക് കിട്ടിയത് തിന്നിട്ട് മിണ്ടാണ്ട് ഇങ്ങോട്ട് പോന്നാ മതി. ഇപ്പൊ എന്റെ വലിയ നടന്ന് ക്ലാസ് എടുക്കുക. എന്നാ മീന് കഞ്ഞിന്റെ വെള്ളം ഉണ്ട് അവിടെ. കഞ്ഞിന്റെ വെള്ളം ഇല്ലാതിരിക്കാൻ അവിടെ തേങ്ങാച്ചോറല്ലേ വെച്ചക്കണത്. പിന്നെ എന്റെ ആങ്ങളെ വന്നിക്കണ്, അകത്ത് വന്ന് ഓനോടൊന്ന് ലോഗ്യം പറഞ്ഞാളി. അന്റെ ആങ്ങളൊക്കെ ഇവിടുന്ന് പോയിട്ട് പണിയില്ലേ?
പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇനി അഥവാ പറന്നാലും ആ പരുന്തിനെ വെട്ടി വീഴ്ത്തിയാൽ പണം കിട്ടുമെങ്കിൽ അതും ചില ആർത്തിപ്പണ്ടാരങ്ങൾ ചെയ്യും. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ചിലർ ചില ആപത്തിൽപ്പെട്ടാൽ അവരുടെ മാതാപിതാക്കൾ നോക്കി നിൽക്കാറില്ല. അവിടെ പണം നോക്കില്ല, പദവി നോക്കില്ല, അവനെ രക്ഷിക്കാൻ വേണ്ടി ഏതളവ് വരെ പോകും. ഇതാ ഇവിടെ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു മകൻ ആപത്തിൽപ്പെട്ട് മരണത്തിൻ്റെ നൂൽപ്പാലത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ അവൻ്റെ ഉപ്പ അവന് വേണ്ടി ചെയ്യുന്നൊരു സാഹസം അതെന്താണെന്ന് നമുക്കൊന്ന് കാണാം. കയറുറപ്പ് കൂടുതലുണ്ടോ? മര്യാദകൊന്ന് തൂങ്ങാനും ഉറുമ്പ് സമ്മതിക്കില്ല. ആഹാ, കലാപരിപാടി കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ഇപ്പൊ കാണിച്ചു തരാടാ, ഇപ്പൊ കാണിച്ചു തരാം. ഗൃഹനാഥന്മാരും പേരക്കുട്ടികളും കുട്ടികളും എല്ലാവരും ഉണ്ട്. ആ, ഇനി തൂങ്ങണ്ട, ഇങ്ങോട്ട് അറിയിപ്പോരെ. കിട്ടിയോ? ആ, കിട്ടി. ദാ ചെക്കാണല്ലേ? അത് മതി. അല്ലെങ്കിൽ പെട്ടെന്ന് ചെന്ന് ചോദിച്ചാൽ എടുത്തു തരാൻ എൻ്റെ ഉപ്പ റിസർവ് ബാങ്ക് ഗവർണറൊന്നല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം നമ്മളും മനസ്സിലാക്കണ്ടേ? ആഹാ, രാവിലെ തന്നെ തൂങ്ങിച്ചാവുന്നത് കാണാൻ വന്നിരിക്കല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ല മാഷേ, ഇന്ന് സ്കൂളിലൊന്നും പോകാനല്ലേ? ബെല്ലടിക്കാനായി. എല്ലാവരും ഒന്ന് പോട്ടെ. ടിൻ വണ്ടി വിട്. ഇന്നത്തെ പരിപാടി വേറൊരു ദിവസത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത റിഹേഴ്സൽ ഞാൻ വിളിക്കാം. എന്താണ് നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? സംഖ്യ 1,00,000 അല്ലേ? ഇനിയിപ്പോൾ 75,000 ആയാലും എനിക്കൊരു പ്രശ്നമില്ല. എന്താടാ ഇത്? ചെക്കല്ലേ? വലിയ ജുമാഅത്ത് പള്ളി സെക്രട്ടറി അവർക്ക് നമ്മൾ വെട്ടിയിട്ട കബറുകളിൽ 5.5 അടി നീളമുള്ള ഒരു കബർ വൃത്തിയാക്കി വെക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് രാത്രിയായിരിക്കും ബോഡി എത്തുക. രാവിലെ 9 മണിക്ക് തന്നെ മയ്യത്ത് സംസ്കരിക്കുന്നതാണ്. മരിച്ച ആള് ആരാണെന്ന് അല്പസമയത്തിനുള്ളിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളും. എന്റെ മയ്യത്ത് മറമാടാനുള്ള കാര്യം. വീരപ്പ, മര്യാദക്ക് താഴെ ഇറങ്ങി വന്നോ. എന്നെ അങ്ങോട്ട് കയറ്റരുത്. ഇങ്ങോട്ട് ഇറങ്ങി വേടാ, അതോ ഞങ്ങൾ അങ്ങോട്ട് കയറി വരണോ? കയറി പിടിച്ചോണ്ട് വേടാ. വലിഞ്ഞ് കയറടാ അങ്ങോട്ട്. ഈ മരം ശരിയില്ല. ഇവൻ ഏത് മരത്തിലും കയറും. ആഹാ, കേറി പിടിച്ചോണ്ടോടാ. വലിഞ്ഞ് കയറടാ അങ്ങോട്ട്. ഇത്ര വലിപ്പായി മരത്തുമ്മ കയറാറില്ലേ? കേറ്. ഇനി ഇവനൊന്ന് ശ്രമിച്ചു നോട്ടെ. ഇങ്ങോട്ട് കയറോ. എനിക്ക് മരത്തുമ്മ കയറാൻ അറിയില്ല. ഞങ്ങള് പഠിപ്പിച്ചു തരടാ. ഇങ്ങനെ തന്നെ ഇത് പഠിക്കരുത്. വലിഞ്ഞ് കയറടാ, അങ്ങോട്ട് പിടിക്കടാ. എന്റെ അമ്മോ. വീരപ്പൻ മരത്തിലിരിക്കട്ടെ. തൽക്കാലം നമുക്ക് ഇവനെ കിട്ടിയാലും മതി. എന്നാ പോക്കിക്കോ. എന്നെ കിട്ടി നിങ്ങൾക്ക് എന്താ കാര്യം? എന്നെ താഴെ ഇറക്കടാ. നിന്നെ ഞങ്ങൾ ആർക്കോടാ. വീരപ്പനെ കൈ കിട്ടാതെ നിനക്ക് ഇനി രക്ഷയില്ലടാ. ഇഷ്ടായി, പെരുത്തിഷ്ടായി. ഒപ്പ പുറത്തു കൊടുത്ത പഴകട്ടെ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല.
അവിടെ ഉപ്പാക്കിട്ട് ഇതിന് വലിയ പണി കൊടുത്തിട്ടുണ്ട്. ദേവന് ഫോണ്. ഇതാണ് കുഴപ്പം. എവിടെയെങ്കിലും നല്ല കോമഡിയും കണ്ട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാന്ന് വെച്ചാൽ അപ്പം ഫോൺ കോൾ വരും. ഇനി തിരക്കൊക്കെ ഒഴിഞ്ഞ് വീട്ടിൽ പോയി ഭാര്യയായിട്ട് കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാന്ന് വെച്ചാലോ അവിടെ ചില ആളുകൾ വലിഞ്ഞു കയറി വരികയും ചെയ്യും. ഈ വലിഞ്ഞു കയറി വന്നവൻ പെട്ടെന്ന് പോകുമോ? അതുമില്ല. നമ്മുടെ പുക കണ്ടിട്ടേ പോകൂ എന്ന് തീരുമാനം എടുത്തിട്ടാണ് അവർ വന്നത്. പറഞ്ഞു തീർന്നില്ല. ദേവന് വേറൊരു മാരണം. ഇനി ഇതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. ഏത് ദരിദ്രവാസി അത്? ആ കുഞ്ഞാക്ക, ഉമ്മി ഉപ്പിയൊന്നും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? പെണ്ണ് നടന്ന് പക്ഷെ പെങ്ങളായി പോയി എന്ന് പറഞ്ഞ മാതിരി ആയി പോയല്ലോ അത്. അമ്മായിട്ടുള്ള പണക്കം തീർക്കാനല്ലേ? ഉപ്പ വന്നാൽ ഉടനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടാം. വാതിൽ തുറക്കാതെ ചേർക്കാ. പണക്കം തീർക്കാനോ? പോടാ അവിടുന്ന്. ഇത് കണ്ടോ, നല്ല 1-ാം നമ്പർ പോയമീനാ. എൻ്റെ അമ്മ പോയമീൻ കേട്ടോ അവിടെ കടന്ന് മേടിക്കും. റേസ്യ, അത് കുഞ്ഞാക്ക. പോടാ അവിടുന്ന്. റേസ്യ, എന്താ കുഞ്ഞാക്ക? ഇതാ നല്ല പോയമീനാ. പൗതി വെടുക്കും, പൗതി എനിക്കും. മുഴുവൻ കറി വെച്ചോ. എന്റെ പൗതി ഞാൻ കറിന്ന് എടുത്തോളാം. പല്ലില്ലാന്ന് കരുതി അണ്ണാക്ക് വരെ കഴിച്ചിടരുതല്ലോ, മനസ്സിലായില്ലേ? കുഞ്ഞാക്കേ, പുഴമീനായതുകൊണ്ട് റസിയ കറി വെച്ചാൽ തീരെ നന്നാവൂല. ജമീലമ്മായിന്റെ കറിയാ കറി. അതുകൊണ്ട് പകുതി മീൻ അമ്മായിക്ക് കൊടുക്കണല്ലേ നല്ലത്. അത് ശരിയാ, നല്ല വില പിടിച്ച മീനാ. കറി വെക്കാൻ അറിയാത്തപോലെ കറി വെച്ച് നശിപ്പിച്ചണ്ട. അതുകൊണ്ട് ജമീൽ തന്നെ കറി വെച്ചോളൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഇതവിടെ കൊടുക്കാൻ ഞാൻ എന്തിനാ പോണത്? ഷക്കീറ, ഷക്കീർ ഇവിടെ വന്നാ. ഉടിച്ച് നടന്ന വമ്പ്, ഉടുക്കാതെ നടന്ന പിരാന്തെന്ന് പറഞ്ഞ മാതിരി ഈ ബാസ് കാലത്ത് ഞാൻ അവിടെ വരെ പോയി വരാൻ എത്ര ഇറങ്ങാറാവണോ? അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, ഇതാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് പോയി പോരാ. ബാഗ് കൊണ്ടുപോയി കൊടുത്ത് വന്നാ, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോവും, മനസ്സിലായില്ലേ? കുഞ്ഞാക്ക, എനിക്കങ്ങോട്ട് വയ്യ അറിയില്ല. അനക്കിന്റെ പുരയ്ക്ക് വയ്യ അറിയില്ല. ഒന്നാൾ തന്നാൽ ഞാൻ ഒന്ന് പോയി കൊണ്ടുപോയി കൊടുത്ത് പാടോ. ശല്ലങ്ങട്ട് ഏത് സമയത്താ പഠിച്ചോൻ എൻ്റെ ഉപ്പാക്ക് ഇയാളെ പങ്ങളെ കെട്ടാൻ തോന്നിയേ? അമ്മയെ കവറെടുത്ത ചാളി. സക്കീറ, എന്തായത്? പുഴമീനാ, കുഞ്ഞാക്ക തന്നതാ. സമയമല്ലമ്മയെ, ഞാൻ പിന്നെ വരാം. അത് ശരി, പാരെടുക്കാൻ പോയാൽ അരച്ച പറ്റിയെന്ന് പറഞ്ഞ മാതിരി ഇത്ര പേരും അവിടെ മടങ്ങിയെത്തിയോ?
മീൻ എന്റെ പോലെ തന്നെ അവിടെ കൊടുത്ത് വേറെ എവിടെ കൊടുക്കാനാ? നിങ്ങളോട് വേഗം അടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മായി. ഭയങ്കര തലവേദന. ഇന്നെനിക്ക് ഇനി എന്ത് കേട്ടാലും ഭ്രാന്ത് പിടിക്കും. ഞാനെടുക്കാം. വേണ്ട, ഞാനെടുത്തോളാം. ഹലോ ഹലോ, ആരാ? സംസുദ്ദീനാ? എന്നോട് ഞാൻ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞില്ല ചങ്ങായി. മാൻ്റെ കൈ കൊടുത്താ ഫോൺ. ആ, നിങ്ങൾ ഇപ്പൊ വിളിച്ചത് നന്നായി. ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. നമ്മളെ മോട്ടറിന്റെ സ്വിച്ച് കേടുവന്ന് ടാങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. നന്നാക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി. ആ പ്രശ്നമാക്കണ്ട. കരടിന്റെ മുന്നിൽ പെട്ടവന് കമ്പിളി പോച്ചവനെ പേടിയെന്ന് പറഞ്ഞ മാതിരി അത് നന്നാക്കാൻ ആളിപ്പം അവിടെ എത്തും. മനസ്സിലായില്ലേ? ആ സഖീറ, സഖീറ വാതിൽ തുറന്ന. ഞാൻ തിരിക്കണ ആയുധമൊക്കെ ഒന്ന് എടുത്തിറങ്ങിയ വീട്ടിലെ മോട്ടർ കേടുന്നല്ലോ. അമ്മായി വെള്ളമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങാതാകുക. തുറക്കാടോ, ഒന്നാട് ചേരും ഞാൻ. വൈകുന്നേരം നന്നാക്കിയ പോരെ. എന്നാ വൈകുന്നേരം വരെ വെള്ളം മുക്കാൻ ഓളം അങ്ങോട്ട് പറഞ്ഞേക്ക്. മനസ്സിലായില്ലേ? ഭയങ്കര തലവേദന. നല്ല വേദന. അതൊക്കെ കരണ്ടുമ്പോ കാച്ചുമ്പോ നന്നാവും. ഈ പേരഞ്ഞ ഞാൻ പോയിട്ട് ഒരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം. കുഞ്ഞാക്കാനെയും കൊണ്ടാ പോണത്. ആ ശല്യം ഒഴിഞ്ഞു കിട്ടും. ആ ശരിക്കും നന്നാക്കിയിട്ട് ഇങ്ങോട്ട് മടങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ പോരുന്നില്ലേ? ഞാൻ പോന്നിട്ട് ഉണ്ടാക്കാനോ? അവിടെ നോക്കിക്കാനോ? രസം ഉണ്ടാക്കിയ മീൻകാരിൻ്റെ രസം അറിഞ്ഞിട്ടേ ഞാൻ മടങ്ങുള്ളൂ. നോക്കി നിൽക്കാതെ വേഗം പോയി നന്നാക്കി പാടാ ചേർക്ക. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ. ഇനിയും കേട്ടു തന്നെ കാവുകോലൂരി എന്നാണ് ചേരും ഞാൻ. പോടാ ചേർക്ക അവിടുന്ന്. അമ്മായി മോട്ടറൊക്കെ നന്നാക്കിക്കണം. സ്വിച്ച് ഇട്ടോളിയും. വെള്ളപ്പം വരും. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ പോകുക. റസ്യ, റസ്. എന്തേ കുഞ്ഞാക്ക? ആ ആരാന്റെ അമ്മക്ക് ഇരുമ്പ് ഇടിക്കും, അവനാന്റെ അമ്മക്ക് അരി ഇരിക്കൂല എന്ന് പറഞ്ഞ മാതിരി ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമല്ല. മനസ്സിലായില്ലേ? ആ ബാതിൽ ഉള്ളിൽ നിന്ന് കുച്ചിട്ടാളാ. ആര് വന്നാലും തുറക്കണ്ട. മനസ്സിലായില്ലേ? ഹലോ, ആരാ? ആ, എന്നിട്ട് എന്തൊക്കെയാ വർത്താനോ? എന്തപ്പ ഈ ഇതിലൊന്നും വരണില്ലല്ലോ? ആ, കുറച്ചു മുമ്പ് അങ്ങോട്ട് പോന്നല്ലോ. പോന്നോ?
ആ ശരി. അപ്പോ സുഖല്ലേ അമ്മായി? ശരി. ആ ഹാവൂ. അമ്മാവന്മാരായ എങ്ങനെയാവണം? ഒരു തരി അന്തല്ലാത്തൊരു സാധനം ശാകുനം മുടക്കി നല്ലൊരു ദിവസം കോളാക്കി. എവിടെ പോയി? അടുക്കളന്റെ വാതിൽ തുറന്നിടരുതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായില്ലേ? ഈ വെള്ളിയാക്കാനെ പറ്റി പറഞ്ഞൊക്കെ ഞാൻ കേട്ട്. വെള്ളിയാക്ക അന്തല്ല എന്നുള്ള എപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലായല്ലോ. ആ രസ്യ ഇതൊന്നാട് തിരുമ്പിട്ടാ ആ ഉണങ്ങണ വരെ എനിക്കൊന്ന് വിശ്രമിക്കും ചെയ്യാം. ഞാൻ മോട്ടർ ശരിക്കും നന്നാക്കിയില്ലടോ. അതിനെന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കണ്ണ് ഞാൻ കലക്കും. മനസ്സിലായില്ലേ? കുഞ്ഞാക്കോ, നജീബാക്കാൻ്റെ ഉപ്പാൻ്റെയൊക്കെ റൂമുകൾ ഒഴിഞ്ഞ് കിടക്കുക. നിങ്ങൾക്ക് അവിടെ പോയി കിടന്നാ പോരേ? ഓലൊന്നും ഇവിടെ ഇല്ലാത്ത ഓല മുറി പോയി കിടക്കേ. എനിക്ക് തീരെ തലച്ചോറില്ലേ. ഒരൊറ്റ ഒന്നാട് തരും ഞാൻ. പോടാവിടുന്ന് പോടുന്ന്. റസ്യ, ഞാനേ നജീബാക്കാൻ്റെ റൂമിലുണ്ടാവും. ഈ തിരക്കി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. വാതില് പതുക്കെ കുറ്റിയിട്ടാ മതി. അതെന്തിനാ? ഇവനിതെന്ത് പറ്റി? കുഞ്ഞാക്ക നല്ല ഓർക്ക. ഉറങ്ങിക്കോട്ടെ, വിളിക്കണ്ട. സക്കീറേ, എന്തേക്കാ? ഞാനേ കല്യാണപ്പരയിലേക്ക് ഒന്ന് പോയി വരാം. ഞാൻ വരണോ? വേണ്ട. നജീബൊക്കെ പോയി.
അല്ലാ ആവൂലോ. ആ കല്യാണേ ഒരു പെരുങ്കല്യാണം തന്നെ. മോളെ റസിയ, ഓ കുടിക്കാൻ ഇത്ര വെള്ളം എടുത്തോ. ഇപ്പൊ കൊണ്ടുവരാ. സക്കീറെ, ഇജി നാപ്പീസ് പോയില്ലേ? ആരെ വിളിച്ചോ? കടന്നോളി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് എണീറ്റാ മതി. ഇതുപോലത്തെ ഒരു അമ്മോനെ എനിക്ക് തന്ന പടച്ചോനെ എത്ര സ്തുതിച്ചാലും മതിയാവൂല. പൂമുഖവാതിൽക്കൽ പുച്ഛിച്ചു നിൽക്കുന്ന പൂതനയാണെൻ്റെ ഭാര്യ. ആഹാ, എത്ര ഇമ്പമുള്ള ഈരടികൾ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പരസ്പര സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഒക്കെയാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. കല്യാണം കഴിയുന്ന ആദ്യ നാളുകളിൽ ഭാര്യ പറയും, ഭർത്താവ് കേൾക്കും. പിന്നെ ഭർത്താവ് പറയും, ഭാര്യ കേൾക്കും. അവസാനം ഇവർ രണ്ടുപേരും പറയും, നാട്ടുകാർ മൊത്തം കേൾക്കും. അങ്ങനൊരു സ്ഥിതിവിശേഷമാണ് പല കുടുംബങ്ങളിലും. എന്നാൽ ഇവിടെ പരസ്പരം വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയെയും ഭർത്താവിനെയും നിങ്ങൾക്കായി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. മാതൃകാ ദമ്പതികൾ. പല കുടുംബങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ പ്രശ്നങ്ങളുള്ള ദമ്പതികൾ ഈ ദമ്പതികളെ കണ്ടൊന്ന് പഠിക്കണം, അവരെ മാതൃകയാക്കണം. ഇത്രയും കോമഡികളൊക്കെ കാണിക്കുന്നതിനിടയിൽ നല്ലൊരു കാര്യം ചെയ്തു എന്നൊരു സംതൃപ്തി എനിക്കും വേണ്ടേ? അങ്ങനെ ഒരു വെട്ടിത്തം ചെയ്തില്ലായിരുന്നെങ്കിൽ നീ പറയുമ്പോഴൊക്കെ പറിക്കാൻ നീ വേറെ ആളോ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അത് ശരിയാ, അത് മുന്നേ അറിയായിരുന്നെങ്കിൽ നിന്റെ ചങ്ക് ഞാൻ കലക്കും. അയ്യോ എന്റെ മോ, അയ്യോ അയ്യോ അത്രക്കായോ അവിടെ നിക്കായി. ബാക്കി ഞാൻ വൈകുന്നേരം വന്നിട്ട് കാണിച്ചു ധൈര്യം ഉണ്ടെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കണേ. ആരും കണ്ടിട്ടില്ല. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇന്ന് രണ്ടാരൊന്ന് ഞാൻ തീരുമാനിക്കും. ഇങ്ങോട്ട് വാ. കർത്താവെ, ഞാൻ മടുത്തു. ഇയാളെ തല്ലാനേ എനിക്ക് സമയമുള്ളൂ. ആഹാ, അയ്യോ അടിക്കരുത്. ഞാൻ കള്ളനല്ല, ഉഗ്രൻ. ചേച്ചി ഇതങ്ങോട്ട് പിടിച്ചേ. ഇനി എവിടെ പോയിരുന്നാട്ടെ? ഓടി ഓടി ക്ഷീണിച്ചതല്ലേ. ചെല്ല്. അടി. അല്ല, താൻ ആരാ? എന്തിനാ ഇവിടെ വന്നത്? പറയുമ്പോ ഒന്നും തോന്നരുത്. ഞാനിവിടെ വരുമ്പോ ചേച്ചിയും ചേട്ടനും നല്ല അംഗം വട്ട. ഓ, എന്താ ചേച്ചിയുടെ ഒരു പെർഫോമൻസ്, എന്താണ് ഒരു ഡയലോഗ്. ചേട്ടൻ ഓടുന്ന ഓട്ടം കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചു പോയി. അതൊക്കെ പോട്ടെ, എന്താ ചേച്ചി പ്രശ്നം? ഓ, അതിവിടെ എന്നും പതിവാ. എന്റെ ദൈവമേ, എന്നും വഴക്കോ? മോശം ചേച്ചി, വളരെ മോശം. എന്നും വഴക്കടിക്കുന്ന വീട്ടിൽ ഐശ്വര്യം കടന്നു വരില്ല. ഒന്നുകൂടി നന്നായി പെരുമാറാൻ ശ്രമിക്കൂ. നീ പറയാ തന്നെ നന്നായി പെരുമാറുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറും. ഓ, എന്തൊരു കഷ്ടം. എന്നിട്ട് ഇന്ന് ഞാൻ ചെരവെടുത്ത് ശരിക്കും പെരുമാറി. എന്റെ ദൈവമേ, ആ ഓട്ടമാ നീ കണ്ടത്. ചേ, അങ്ങനെ പെരുമാറുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. സ്നേഹാദരവോടെ സൽസ്വഭാവത്തോടെ പെരുമാറുന്ന കാര്യമാ പറഞ്ഞത്. അങ്ങനെ കോണുമ്പോ തന്നെ എനിക്ക് കലിയ. അമ്മ അതിന് കയ്യിലിരിപ്പ് അയാൾക്ക്. ഓഹോ, ചേച്ചി ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. ഇതെന്തിനാ? ഇതേ ഭർത്താവിനെ എങ്ങനെ നിലക്ക് നിർത്താമെന്ന് വിശദീകരിച്ചു തരുന്ന ഒരു ഉത്തമ പുസ്തകമാണ്. ഭർത്താവ് സദാസമയം ഭാര്യയുമായി വഴക്കടിക്കാറുണ്ടോ? അന്യ സ്ത്രീകളെ കാണുമ്പോൾ ഇടം കണ്ടിട്ട് നോക്കാറുണ്ടോ?
ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തെ കുറ്റം പറയാറുണ്ടോ? കഞ്ഞി, ചൂല്, ഈനാമ്പേച്ചി, മരമാക്രി എന്നീ വിശിഷ്ട പദങ്ങൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യാറുണ്ടോ? മരണ വീട്ടിലേക്ക് പോകുമ്പോൾ പുതിയ സാരി വാങ്ങിത്തരാൻ പറഞ്ഞാൽ കേൾക്കാത്ത പോലെ അഭിനയിക്കാറുണ്ടോ? ഫാഷൻ ഒപ്പിച്ച് പുതിയ ആഭരണങ്ങൾ വാങ്ങിത്തരാൻ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്താറുണ്ടോ? ഭാര്യയുടെ അപ്പനും അമ്മക്കും ഇട്ട് തെറി വിളിക്കാറുണ്ടോ? സീരിയൽ കാണുന്നതിനിടയ്ക്ക് ചാനൽ മാറ്റി മാറ്റി ഭാര്യയുടെ ക്ഷമ പരീക്ഷിക്കാറുണ്ടോ? തുടങ്ങിയ 501 ഭർത്തൃദോഷങ്ങൾക്കുള്ള പരിഹാരക്രിയ അടങ്ങിയ ഉത്തമ പുസ്തകമാണ് ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകം 2 പേരും ഒരുമിച്ചിരുന്ന് വായിക്കണം. എന്നിട്ട് ഭർത്താവിനെതിരിലുള്ള പോയിന്റ് വരുമ്പോൾ അതൊന്നുകൂടി ഉറക്കെ വായിക്കാം. ശേഷം ഭർത്താവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കണം. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ വീട് സ്വർഗമാവും, സ്വർഗം. ദാ ചേച്ചി ഐശ്വര്യമായി പുസ്തകം അങ്ങോട്ട് വാങ്ങിയാട്ടെ. എന്താ ഇതിന്റെ വില? 645 രൂപ. ഹാവൂ, എന്തൊരു വില! ചേച്ചി ആയതുകൊണ്ട് 500 രൂപ തന്നാ മതി. എനിക്ക് ലാഭം വേണ്ട. ചേച്ചിയുടെ കുടുംബം സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടാ മതി. 500 രൂപയ്ക്ക് പുസ്തകം വാങ്ങിയെന്ന് അങ്ങേരെ അറിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് വായിക്കാൻ ഞാനുണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ അയാൾ എന്നെ തലക്കടിച്ചു കൊല്ലും. അത്രയ്ക്ക് പേര് കേട്ട പിശുക്കനാ എന്റെ കെട്ടിയോൻ. പിശുക്കൻ എന്ന് പറഞ്ഞാ ഏതാണ്ട് എത്ര വരും? അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവെന്ന് കേട്ടിട്ടില്ലേ? അത് ശരി, അത് ചേച്ചിയുടെ കെട്ടിയവനാണല്ലേ? എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ആദ്യം ഈ പേജ് മുതൽ വായിക്കണം. 1 മണിക്കൂർ കൊണ്ട് പിശുക്ക് കുറ്റിപ്പുറം പാലം കടക്കും. എന്നാ പിന്നെ വൈകണ്ട, ചേച്ചി പോയി കാശെടുത്തു കൊണ്ടുവാ. ഓ താങ്ക് യു. മാതൃകാ ദമ്പതികളെ കണ്ടല്ലോ. ഇനി എന്നെ ഒന്നും ചെയ്യരുത്, ഇങ്ങനെ ആവരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെന്ത് വേണം? ഒരു വരം വേണം. വെറും വരമല്ല, വിവരം. ഇങ്ങനെ വിവരം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വായിക്കണം, പഠിക്കണം, ധാരാളം പുസ്തകങ്ങൾ വായിക്കണം. അതിന് പറ്റിയൊരു പുസ്തകം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകവും കൊടുത്ത് ഉഗ്രനൊരാളെ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വിടുന്നുണ്ട്. ആളുണ്ടോ? ആരാ? എന്താ വേണ്ടത്? എന്റെ പേര് ഉഗ്രൻ. ഉഗ്രനോ? ആ, ഇത്താത്ത ഉഗ്രു എന്ന് വിളിച്ചാ മതി. കണ്ടിട്ട് ഉഗ്രനായിട്ട് തോന്നണില്ലല്ലോ. പേരിൽ മാത്രമേ ഉഗ്രനുള്ളൂ. ഞാൻ ആളൊരു ലോല ഹൃദയനാ. അല്ല ലോല ഹൃദയ, നിനക്ക് ശരിയായ പേരൊന്നും ഇല്ലേ? ഉണ്ടായിരുന്നു, ഞാൻ തന്നെ മറന്നുപോയി. ഇപ്പോ ഓരോ ദിവസവും നാട്ടുകാർ പുതിയ പുതിയ പേരിട്ടുകൊണ്ടിരിക്കുക. ഒറിജിനൽ പേരെന്താണെന്നറിയാൻ റേഷൻ കാർഡ് നോക്കണം. ഞാനൊരു തമാശക്കാരനും കൂടിയാണേ. നിന്റെ മുഖത്തും പെരുമാറ്റത്തിലൊക്കെ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. കണ്ടോ, എനിക്കിത് കിട്ടണം. എല്ലാം വെട്ടി തുറന്ന് പറയുന്ന നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ജീവിക്കാൻ വേണ്ടിയാണ് താത്ത. കക്കാനും പിടിച്ചു പറിക്കാനാണോ ഞാൻ വന്നത്? പുസ്തകം വിൽക്കാനല്ലേ? പുസ്തക വായനയിലൂടെയല്ലേ സമൂഹത്തിന്റെ പുനഃസൃഷ്ടി സാധ്യമാവുന്നത്? ഇത്താത്തക്കറിയോ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, നപ്പോളിയൻ ബോണപ്പാർട്ട്, ഇബിന് ബത്തൂത്ത, മംഗൾ പാണ്ഡെ, താന്തിയ തോപ്പി, ഗാന്ധിജി, ഇറാത്തോസനീസ്, ഔറംഗസീബ്, മൗലാന അബുൽ കലാം ആസാദ്, മദർ തെരേസ തുടങ്ങിയ 100 കണക്കിന് മഹാന്മാരെ ഈ ലോകത്തിന് സംഭാവനയായി ലഭിച്ചതെങ്ങനെ? പുസ്തക വായനയിലൂടെ. ഇത്താത്തയെ കണ്ടാലറിയാം നല്ലോണം വായിക്കുന്ന കൂട്ടത്തിലാണെന്ന്. സോപ്പിംഗ് ഒന്നും വേണ്ട, പുസ്തകങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ച് വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഏതൊക്കെ പുസ്തകങ്ങളാണുള്ളതെന്ന് വെച്ചാൽ കാണിക്ക്. താങ്ക് യു. ദാമ്പത്യ ബന്ധങ്ങൾ, ഭാര്യ ഭർത്തൃ സങ്കല്പങ്ങൾ, ദാമ്പത്യം ഇന്നലെ ഇന്ന് നാളെ, ദമ്പതികൾക്കൊരു പിന്തുണ, നവദമ്പതികളെ നിങ്ങൾക്ക് മംഗളാശംസകൾ, ഭർത്താവിനെ ഒതുക്കാനുള്ള 101 കുറുക്കു വഴികൾ, പൂന്തിങ്കളാകുന്നു ഭാര്യ, ദമ്പതികളെ ഇതിലെ ഭർത്താവ്. ഇതൊക്കെ എന്ത് പുസ്തകങ്ങളാ? അറ്റുപോകുന്ന കണ്ണികളെ വിളക്കി യോജിപ്പിക്കാനുള്ള ഒറ്റമൂലികളാ. പ്രശ്ന സങ്കീർണങ്ങളായ ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകളാണല്ലോ നമ്മുടെ വീടിന്റെ. ഈ പുസ്തകങ്ങളൊക്കെ വേഗം വാരി ബാഗിട്. അപ്പോൾ ഈ പുസ്തകങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം. വിഷമിക്കേണ്ട, ഏറ്റവും പുതിയൊരു പുസ്തകമുണ്ട്. വില അല്പം കൂടുതലായതുകൊണ്ടാണ് പുറത്തെടുക്കാതിരുന്നത്. ഇതാ, ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. 645 രൂപ വിലയുള്ള പുസ്തകമാണ് ഇപ്പോൾ പ്രീ പബ്ലിക്കേഷൻ നിരക്കിൽ 325 രൂപയ്ക്ക് നൽകുന്നത്. ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള പുസ്തകമാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ ഗ്രാമർ മിസ്റ്റേക്കുകൾ ഒരാഴ്ച കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ് ഈ പുസ്തകം. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ.
വേണ്ട വേണ്ട വേണ്ട, ഇവിടെ പുസ്തകങ്ങളൊന്നും തൽക്കാലം വേണ്ട. ജീവിക്കാൻ വേണ്ടിയാണ് വല്ല പുസ്തക കച്ചവടം നടത്തണമെങ്കിൽ മനുഷ്യന് ഉപകാരമുള്ള പുസ്തകം വിറ്റൂടെ? ഇത്ത ഉപകാരമുള്ള വേറൊരു പുസ്തകമുണ്ട്. എന്റെ തെരഞ്ഞെടുത്ത 1000 പോയോ? ബാഗ് എടുത്ത് വേഗം സ്ഥലം വിടാനാ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാനിവിടെ കൂടാൻ വന്നതല്ല. ഓ എന്തൊരു സാധനം, വായിക്കാൻ അറിയില്ല, എന്നിട്ട് എൻ്റെ അടുത്ത് വലിയ ആളാവുക. ഇയാളെല്ലാ പരീക്ഷയ്ക്കും തോറ്റുപോട്ടെ. ഇനി ചായ എടുക്കാൻ നിൽക്കണ്ട, ഞാൻ പോയി. എന്താടോ വേണ്ടത്? താനേതാ? അയ്യാ മുഗ്രൻ. നിങ്ങളുടെ രണ്ടുപേരുടെയും മുഖം കണ്ടാൽ അറിയാം എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന്. മാത്രമല്ല ഇത് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താൻ എന്തോന്ന് കുന്തം മനസ്സിലാക്കിയെന്നാ പറയുന്നത്? അതെ, ഭാര്യയും ഭർത്താവും ആകുമ്പോൾ അല്ലറ ചില്ലറ വഴക്കും വക്കാണൊക്കെ പതിവാ. പക്ഷെ അത് തുടരാൻ പാടില്ല. എന്നാൽ മിക്ക ദമ്പതികളും കാലാകാലവും വഴക്കാം. എന്താ കാരണം? അറിവില്ലായ്മ, ഗുരുതരമായ അറിവില്ലായ്മ. അറിവ് വായനയിലൂടെ നേടണം. ദാ ഈ പുസ്തകം അങ്ങോട്ട് പിടിച്ചേ. ദാമ്പത്യ കീടബാധ പ്രശ്നങ്ങളും പ്രതിവിധികളും. ഈ പുസ്തകം വാങ്ങി രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യ്. ഇനിയെങ്കിലും പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ആസ്വദിക്കൂ. ഞങ്ങൾ പുസ്തകം വായിക്കാതെ തന്നെ ജീവിതം ഉഷാറായിക്കോളാം. പോരെ? പോരാ, ഒരു പുസ്തകം വാങ്ങണം. ജീവിതം ഉഷാറാക്കാമെന്നൊക്കെ നിങ്ങൾ ഇന്ന് പറയും, നാളെ വീണ്ടും പഴയപടി ആവർത്തിക്കും. ഇയാളോടല്ലേ പുസ്തകം വേണ്ടാന്ന് പറഞ്ഞത്? സ്ത്രീകളോട് അഭിപ്രായം ചോദിച്ചില്ല. അല്ലെങ്കിൽ ഭർത്താവ് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഒരു അഭിപ്രായം. നീ ഇവിടുന്ന് പോന്നോ അതോ ഇവിടുന്ന് പിടിച്ചെടുക്കണോ? വേണ്ട, പിടിച്ചിറക്കണ്ട. അല്ലാതെ തന്നെ ഞാൻ ഇവിടുന്ന് പോണില്ല. ആരും പുസ്തകം വാങ്ങാതെ ഞാനങ്ങനെ ജീവിക്കും? കക്കാനും പിടിച്ചു പറിക്കാനും ഞാൻ ശീലിച്ചിട്ടില്ല. നിങ്ങൾക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യ, പുര നിറഞ്ഞു നിൽക്കുന്ന 3 പിഞ്ചുമക്കൾ, ഏത് നിമിഷവും മതം പൊട്ടാറായി നിൽക്കുന്ന മാതാപിതാക്കൾ, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വകയുമായി ഞാൻ വരുമെന്ന് കരുതി അനന്തതയിലേക്ക് കണ്ണും നട്ട് ഇതി കർത്തവ്യ മൂഢരായിരിക്കുന്ന അവരോട് ഞാൻ എന്ത് സമാധാനം പറയൂ? പറയൂ. പുസ്തകം ആരും വാങ്ങുന്നില്ലെന്ന് പറയണോ? പറയൂ. എന്താടോ പുസ്തകത്തിന്റെ വില? 400 രൂപ. 400 രൂപ? അത് കുറെ ഓവറാ. ഓവറോ? സാറേ, 645 രൂപ വിലയുള്ള പുസ്തകമാണിത്. കൂടുതൽ തർക്കിക്കാതെ ഇതൊന്നും അങ്ങോട്ട് പിടിച്ചേ. അല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ വീണ്ടും വിളിച്ചു പറഞ്ഞ് കരയും. അവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഓക്കെ. എല്ലാവർക്കും വായിച്ച് രസിക്കാൻ പറ്റുന്ന വേറൊരു പുസ്തകമുണ്ട്. 30 രൂപയെ വിലയുള്ളൂ. ഞാൻ എഴുതിയതാ. ഇതാ എൻ്റെ തെരഞ്ഞെടുത്ത 1001 പോഴത്തങ്ങൾ. ഇതും കൂടി കൂട്ടത്ത് കിടക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വേരോടെ പറിച്ചെടുത്ത് പച്ചയായി ചിത്രീകരിച്ചതാ. എടോ, തന്റെ കീടബാധ എടുക്കുന്നത് ആവശ്യമുണ്ടായിട്ടല്ല, തന്റെ ശല്യം കൊണ്ടാ. അടി. एक दो तीन चार. ഓക്കെ, പിടിച്ച്. ദീർഘ സുമംഗലി ഭവ. വേണോ? വേണ്ടേ? എനിക്കിഷ്ടായി. അടി. ഇന്നത്തെ മലയാളിയുടെ അന്തസ്സിൻ്റെ പ്രതീകമാണ് ടി വി എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. 80-90 കാലഘട്ടങ്ങളിൽ രാമായണം, മഹാഭാരതം പോലുള്ള പരമ്പരകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അന്യ വീടുകളെ ആശ്രയിച്ചിട്ടാണ്. അന്ന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു വായനശാലയിലോ ഒരു സമ്പന്നൻ്റെ വീട്ടിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്നൊരു വസ്തുവാണ് ടി വി. എന്നാൽ ഇന്ന് സ്ഥിതി അതാണോ? ഏതൊരു മലയാളിയുടെ വീട്ടിലും ടി വി ഉണ്ട്. വീട്ടിൽ പട്ടിണിയാണെങ്കിലും ഒരു ടി വി മേടിച്ച് വീട്ടിൽ വെക്കുക എന്നുള്ളത് അവൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. ഈ കാലഘട്ടത്തിലും ഏതെങ്കിലും ടി വി ഉള്ള വീട്ടിലേക്ക് വലിഞ്ഞു കയറി അവിടെ പോയി കുടുംബത്തോടെ ടി വി കാണുന്ന ആരെങ്കിലും ഉണ്ടാവുമോ? എന്നാലുണ്ട്. ഇവരെയൊക്കെ ഞാനെന്നല്ല, ലോകത്തിൽ ആര് വിചാരിച്ചാലും നന്നാക്കാൻ പറ്റൂല. ഇന്നത്തെ എപ്പിഡോസ് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല. ടി വി കേടെന്നപ്പോ മനസ്സിലൊരു ലഡു കുടുങ്ങിയ മാതിരിയായി പോയി. എന്നാ ഞമ്മളെ ടി വി ദാവൂദ് നന്നാക്കി കൊണ്ടുവരാന്ന് പഠിച്ചോനറിയാം. ഞമ്മളെ ടി വി കേട് വന്നപ്പോ തന്നെ മാന് പുതിയ ടി വി വാങ്ങിയത് നന്നായി. ഇനി ഇടക്കിടക്ക് ഇവിടെ വന്ന് കാണാലോ. ഇവിടെ ടി വി വാങ്ങിയ ഞാനല്ലേ ഇങ്ങക്ക് പറഞ്ഞേ. ഇത് നല്ല ടി വി ആണല്ലോ.
ടി വി ഇടല്ലേ, കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതല്ല അതിന്റെ റിമോട്ട്. സ്റ്റാർ സ്പോർട്സിൽ ക്രിക്കറ്റ് ഉണ്ട്, ഐഡി വല്യാപ്പേ. ചാനലിടി. ക്രിക്കറ്റ് ഇട്ടാതി, സീരിയലൊന്നും വേണ്ട. മുണ്ടാതൊക്കെ ബഹുലേ. നിങ്ങൾ സീരിയൽ ഇടിന്ന്. അതിന് സീരിയലിന്റെ സമയമായോ? സമയൊക്കെ ആയി. കമ്പനി ഫ്ലാറ്റ്, ഓഫീസ് കാർ, 24 hours ജോബ്. ഇത് മൊബൈൽ ഫോൺ. ബില്ല് കമ്പനി അടയ്ക്കും എന്ന് കരുതി 24 അന്റെ കൗസല്യ വന്നു. ഞോളെ വക കൊറേ തുളകണ്ട. എനിക്കോളെ കണ്ണിന്റെ നേരെ കണ്ടു. നിങ്ങൾക്ക് കണ്ടുടങ്ങി എണീറ്റ് പോയിക്കോളി. എനിക്ക് ഓളെ ഇഷ്ടം. വല്യാപ്പേ ആ ക്രിക്കറ്റ് ഇടിങ്ങള് മുണ്ടാതെ പോടാ. ചേട്ടന് ഇപ്പൊ കാണാൻ പറ്റുമോ തോന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ഷുക്കൂറെ, ഈ പഠിക്കുന്ന സമയത്ത് ടിവിയും ക്രിക്കറ്റും കണ്ട് നടന്നാൽ എങ്ങനെയാ? പഠിക്കാൻ പോയിട്ടൊന്നും വലിയ കാര്യല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചെറുപ്പത്തിലെ പുസ്തകം എടുത്ത് സ്കൂളിൽ പോയിട്ടെങ്കിൽ നമ്മളെ സച്ചിൻ ഉണ്ടാവുന്നു, സവാഗും ധോണിയും ഉണ്ടാവുന്നു. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നല്ലോണം പഠിച്ചില്ലെങ്കിലേ പരീക്ഷയ്ക്ക് തോറ്റുപോകും. പരീക്ഷയ്ക്ക് തോറ്റാലേ ഒരാളെ തോൽക്കുള്ളൂ, പക്ഷെ ക്രിക്കറ്റിൽ തോറ്റാലേ ഇന്ത്യ മൊത്തം തോറ്റുപോകും. പടച്ചോനെ, നോക്കിയ ആമിനാജോ അവന്റെ ഒരു ഇൽമ്. ഇത്രമാത്രം ഇൽമ എനിക്കുണ്ടെങ്കിലേ ഇനി സ്കൂളിലൊന്നും പോണ്ട സുക്കൂറെ. പഠിക്കാൻ പോണേനുമാണ് ഒരു അതിര്. എനിക്ക് തന്നെ വിശ്വാസമാണ്. അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ ആർക്കും അറിയാത്ത സീക്രട്ട് അല്ലാ, നോക്കി ആ പെൺകുട്ടിന്റെ കണ്ണീര് കണ്ടൂടാ ആമിന. നന്നായിട്ട് അറിയാം. യു ആർ അമേസിംഗ് സർ. എന്താ അമിനിത്ത റംല വരാഞ്ഞത്? ഓള് പോരുന്നില്ല എന്ന് പറഞ്ഞു. ഓളാടെ ഒറ്റക്ക? വാതിലകത്ത് നടച്ച പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ എന്താ പേടി? വാതിലകത്തുനിന്ന് തുറക്കാനും കഴിയുമല്ലോ. മൂർത്തി സാർ, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. ഓൻ തുടങ്ങി. ഞാൻ വിടടാവളെ. കൊറേ കാലായി ഓൻ ഓള വയ്യ. ഒന്നും മുണ്ടാന്നാ. ബിസിനസ്സിൽ സ്നേഹമൊക്കെ വാക്കുകളിൽ മനസ്സിലുണ്ടാവരുത്. ആ തടിമാടന്റെ നോട്ടം കണ്ടില്ലേ? കണ്ണിന് കുത്തണ രാജന്. എനിക്കല്ലടാ, എന്റെ സെക്രട്ടറിക്കാ. പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് ഇനിയിപ്പോ ഓനോടാ വർത്താനം. രാവിലെ മുതൽ ഒരേ തുമ്മല്, നല്ല ചൂടുണ്ട്. നീ ഒന്ന് ചെക്ക്. അങ്ങനെ മാട. അല്ല, ആമിന പറ്റിച്ചല്ലോ. കറണ്ട് പോയല്ലോ. എന്താ ഇപ്പൊ ഒരു പോക്ക് കറണ്ടിന്? എനിക്കറിയില്ല എന്താ ഇനിയിപ്പോ ചെയ്യാ. ആചറാ മാളെ, ഓളെ എവിടെ പോയി? ഒരു മുണ്ടാട്ടും ഇല്ലല്ലോ. ആമിന ഒന്ന് പുറത്തിറങ്ങി നോക്കിയാ. ഫീസ് പോയിണ്ടാവോ? ഫീസ് അങ്ങോട്ടോ. അല്ലോ ചിന്നെ. ആ, ഇനിയിപ്പോ ബാക്കി കാണാനും കഴിയൂല. മനസ്സിൽ പിന്നില്ല ഒടുങ്ങിയല്ലോ. ഏതായാലും ഇപ്പൊ അവിടെ പോയിട്ട് പണിയൊന്നുമില്ലല്ലോ. കറണ്ട് വരുന്നത് വരെ കാക്കുക. ഇങ്ങനത്തെ സമയത്ത് ഇവിടെ ഒരു കറണ്ട് പോക്കാ. ഇനി അത് നന്നായി കിട്ടണമെങ്കിൽ ഒരുപാട് പണിയാ. എന്താ കാട്ടണ ആമിന? നിങ്ങള് പറയ്. ഇരുന്ന് നോക്കല്ലേ? അല്ലെങ്കിൽ ഇവിടെ അവിടെ കടന്നാലോ? അതും തരക്കടില്ല. കറണ്ട് വരുമ്പോ ഓള് വിളിച്ചോളൂ. വല്യാപ്പേ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാ പോയിന്റ്. ഞമ്മക്ക് ഇവിടെ കടക്കാം. ഇനിയിപ്പൊ ഇരുന്നിട്ടും വലിയ കാര്യൊന്നുമില്ല. നിങ്ങൾ പോയിക്കോളി. റംല അവിടെ ഒറ്റയ്ക്കല്ലേ? നമ്മളിപ്പോ പോവാല്ലേ? പോണോ? ഇനി ഇരുന്നിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. ഒരു കുറച്ചും കൂടി നടക്ക്. വല്ലാത്തൊരു കോളായി പോയി. കുറച്ചും കൂടി കാത്തു നോക്കേന്. ഇത് ഞങ്ങളെ വാക്കിനൊരു സ്ഥിരതല്ലാന്ന് ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ കടക്കാൻ പൂതി വെച്ചു പോയി. മുണ്ടാതെ പോടാർന്ന്. ഇതാ ഞാൻ പറഞ്ഞേ, അവനാന് സുഖം പോലെ സീരിയൽ കാണണമെങ്കിൽ അവനാന്റെ പോരാ തന്നെ TV വേണം. അതന്നെ. വേഗം നടന്നൂട്. നടക്കണേ കണ്ടില്ലേ? നമ്മളെ TV നന്നാക്കാൻ ഒരുത്തം കൊണ്ടുപോയിട്ട് ഇതുവരെ അവന്റെ വാല് തന്നെ കണ്ടിയില്ല. നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന ഹോം സിനിമയിലെ മനോഹരമായ ഒരു കോമഡി സീൻ നിങ്ങൾക്കായി ഇതാ. പിന്നെയും ഇവിടെ എത്തിയ പോലീസേ, എനിക്ക് ഇവിടെ തൊള്ളാട്ടിക്കല്ലാതെ വേറെ ഒരു പണിയില്ലേ? നിങ്ങൾക്ക് വെറുതെ അങ്ങാടി കൂടെ തെണ്ടി നടക്കാതെ പള്ളി പോയിരുന്ന് യാസീൻ ഓതിയൂടെ? എന്നെ പഠിപ്പിച്ചൊന്നും വേണ്ട. എന്റെ വർത്താനം കേട്ടാ തോന്നും ഈ പള്ളി തെണീക്കല്ലാന്ന്. ഇനിയിപ്പം ആണെങ്കിൽ 1-2 നേരത്തെ നിൽക്കാനോ ഒഴിവാക്കാൻ എന്നോട് കഴിയും. പക്ഷെ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയൂല. ഈ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് എടുത്താ ഒന്ന് പാത്തിയാട്ടെ. ഇനി അത് പിടിച്ചു വെക്കാൻ കഴിയൂല. വെള്ളതാ അപ്പുറത്ത്. ഇവിടെ ആകെ 4 ഗ്ലാസ് ഉണ്ട്, ചായ പാരാനും പാത്താനും. ഇനി ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂല. ഈ ഇങ്ങോട്ട് വരാതിരിക്കുകയാണെങ്കിൽ 10 എത്തിയും കുട്ടിയൊക്കെ ഞാൻ ചോറും. ഔ, ഈ സുലൈമാന്റെ തമാശ കേട്ട കത്തിയെടുത്ത് കുത്താൻ തോന്നുന്നു. 4 മണിയായി. ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ? ആ ജംഗ്ഷനിൽ ഒരു ചായക്കടയുണ്ട്.
അവിടെ പോയി രണ്ടുണ്ട് കാര്യം. ചായയും കുടിക്കാം, നാട്ടിലെ കുറേ വിശേഷങ്ങളും അറിയാം. വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ എന്തുവാ? കുറ്റം പറച്ചിലും കുന്നായ്മയും ഏഷണിയും കുശുമ്പും എന്ന് വേണ്ട അന്താരാഷ്ട്ര കാര്യങ്ങളായ ആണവ കരാറും അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യവും എല്ലാം അവിടെ ചർച്ച ചെയ്യപ്പെടും. നാട്ടിലെ ചെറിയവനും വലിയവനും ഒക്കെ വന്ന് അവിടെ വീമ്പ് പറയും. ചിലപ്പോൾ ചില നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ ചില സമയത്തോ വരുന്നവർ മുഴുവൻ വിവരം കിട്ടവന്മാരായാലോ. ഏതായാലും നമുക്കെല്ലാവർക്കും കൂടി ആ ചായക്കട വരെ ഒന്ന് പോകാം. ചായ കുടിക്കണോ വേണ്ടയോ എന്ന് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. പടച്ചോനെ, ഇന്ന് 3 ചെറുത്താന്മാർ നേരത്തെ ആണല്ലോ. അല്ല കുഞ്ഞാല്, ഇതെന്തോ തോൽക്കമല പരിപാടിയാ. ഞങ്ങൾ മാത്രം ആദ്യം പൈസ എടുക്കേ. ഇതിന്റെ കാരണം ഒന്ന് ഞങ്ങൾക്ക് അറിയണം. കാരണം വളരെ നിസ്സാരാ. ഞാൻ ഈ ചായക്കട നടത്തുന്നതേ നാട്ടുകാരെ തടി നന്നാക്കാനല്ല, നിന്റെ കുട്ടികളെ തടിക്ക് ക്ഷീണം പറ്റാതെക്കാനാ. ഇത് ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക? ഞങ്ങൾ 3 പൈസ തരാത്തോരാന്നല്ലേ? ആൾക്കാർ നിങ്ങളെ പറ്റി എന്ത് വിചാരിച്ചാലും എനിക്ക് വിരോധമല്ല. ഈ ചായക്കട ഇവിടെ നിലനിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹ. ഈ ബോർഡ് എഴുതിയേക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്ന് പറയായിരുന്നു. അതെന്തിനാ? നിങ്ങൾ 3 ഇതിനേക്കാൾ നന്നാക്കി എഴുതോ? ഒന്നുകിൽ നാട്ടുകാരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പണം എടുക്കുക, അല്ലെങ്കിൽ ഈ ബോർഡ് ഇവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ചായക്കട ബഹിഷ്കരിക്കും. ഇതെന്താ ഞങ്ങൾക്ക് മാത്രം ഒരു നിയമം? അക്കരെ നമ്മളെ പുര വിറ്റ് ഇക്കരെ പുര എടുത്തത് ഭയങ്കര പോയത്തപ്പണിയായിന്ന് ഇപ്പം എനിക്ക് ബോധ്യായി. പറഞ്ഞ മാതിരി ഈ എന്തിനാ അക്കരെ വിറ്റത്? മാനം മര്യാദയായിട്ട് ബിസിനസ് നടത്താൻ പറ്റാത്തോണ്ട് തന്നെ. അതെന്താ നാട്ടുകാർ പെശക? ഏയ്, ഇത്ര നല്ല സ്വഭാവമുള്ള നാട്ടുകാരെ ഈ ഭൂമിയിൽ കാണൂല. ഇത്ര നല്ലൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്തിനാന്ന് പറഞ്ഞില്ല? എൻ്റെ മകനെ ദുബായിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസൻ്റെ ആവശ്യം വന്ന്. അപ്പോൾ പുരയും പറമ്പ് വിൽക്കേണ്ടി വന്ന്. ബാക്കിയുള്ള പൈസ കൊണ്ട് ചെറിയ ഒരു പുര അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ നാട് തിരക്കടില്ല, പക്ഷേ ഈ ചായപ്പീടി എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. പിടിച്ചില്ലെങ്കിൽ ഇടീറ്റ് പോടാ അവിടുന്ന്. ഇവിടെ വന്ന് ഇരിക്കണം കൂടി ഇല്ലാതാക്കത്തില്ല ജി. കുഞ്ഞാൽ എനിക്ക് മുഴുവൻ അറിയില്ല, എൻ്റെ ചായ ജി കണ്ടുള്ളൂ. ഇപ്പറഞ്ഞ മാതിരി മകൻ ദുബായിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കടം കുടിച്ച് പോണെന്തിനാ? മാത്രമല്ല ആൾക്കാരെ പറ്റിച്ചിട്ടാണെങ്കിലും കമ്മീഷനും കിട്ടണില്ലേ? ആ പൈസക്ക് ബർക്കത്തുണ്ടാവില്ല, അതുകൊണ്ടാ എത്ര കിട്ടിയിട്ടും തികയാത്തത്. വീരാൻ ഇങ്ങോട്ട് വാ. എങ്ങട്ടാ ഈ ബാണം വിട്ട മാതിരി? അതെല്ലാം വലിയൊരു കഥയാണ്. കഥ കേൾക്കണമെങ്കിലേ ഇജ്ജ് 4 ചായക്ക് പറ. ഇന്ന് ചായയും കഴിയും ഇന്റെ വക. കാരണം എന്താണെന്നറിയോ? പൈസ വീണ് കിട്ടിണ്ടാവും അല്ലേ? അല്ലടാ മൊയിന്തേ, ഇന്റെ പെണ്ണുങ്ങള് ദുബായിൽ നിന്ന് പൈസ അയച്ചിക്കണു. ഈ ബീരാന്റെ തലേ വരച്ച കൊള്ളിയോണ്ട് ഒരു ഏറ് കിട്ടിയാൽ മതി നീക്കൊക്കെ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഇദ്രസേ. അന്റെ പെണ്ണുങ്ങൾക്ക് വിസ കൊടുത്ത ആളെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. എനിക്കും വേണത്. എന്നിട്ട് വേണം പെണ്ണുങ്ങളെ ഗൾഫിൽ കറണച്ച് ഇവിടുന്ന് വലസാൻ. ഓ, എന്തൊരു സുഖമായിരിക്കും അത്. പെണ്ണുങ്ങളെ ഗൾഫിക്ക് പറഞ്ഞേച്ചി ഓല അയച്ചു തരുന്ന ശമ്പളം തിന്നു തീർക്കുന്നവരൊന്നും ആണുങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. കേട്ടില്ലേ? ആണല്ലാന്ന്. അസൂയാണ് ഐദ്രോസേ, അസൂയ. മാസാമാസം എനിക്ക് ഡ്രാഫ്റ്റ് വരുന്നതിൽ അസൂയ. ഈ ഒരു വിസ കൊടുത്തോക്ക്. ഓൻ്റെ പെണ്ണുങ്ങളെയും ഗൾഫിക്ക് പറഞ്ഞാച്ച് ഈ ചായക്കടയും പൂട്ടി ദിനേശ് പീടിയും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവേ. അതിന് കുഞ്ഞാലി വേറെ ജനിക്കണം. അന്റെ സൗര്യക്കേട് കൊണ്ടല്ലോടോ അന്റെ കെട്ടിയോട് ഗൾഫൊക്കെ കിടന്നത്. എന്നിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് വല്ല സൗര്യമുണ്ടോ? സൗര്യക്കേടോണ്ടാണെങ്കിലേ എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ അമേരിക്കയിലെത്താൻ സമയമായി. എന്റെ പെണ്ണുങ്ങൾ ആഫ്രിക്കയിൽ പോയി ലീവിന് വരേണ്ട സമയമായി. അപ്പൊ സ്വൈരക്കേട് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. അന്റെ പെണ്ണുങ്ങൾക്ക് അതിന് സൗര്യക്കേടില്ലല്ലോ. പെണ്ണുങ്ങളെ കൊണ്ട് അനക്കല്ലേ സൗര്യക്കേട്. അതിന് ഇയ്യല്ലടോ ഗൾഫിക്ക് പോകേണ്ടത്. ഇതിലിപ്പം വീരാക്കാനെ മാത്രം കുറ്റം പറഞ്ഞതിൽ അർത്ഥമല്ല. അയമാക്കിയും രായും കുട്ടിയാക്കിയൊക്കെ പെണ്ണുങ്ങൾ നയിച്ചോണ്ടിരുന്നോണ്ടല്ലേ 3 നേരം ഉരുട്ടിത്തള്ളണത്. ഇവര് രണ്ടാളും ആണുങ്ങളെ കൂട്ടത്ത് പെട്ടോലല്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ. നാട്ടുകാരെ മുഴുവൻ ആണും പെണ്ണും തിരിക്കല എൻ്റെ പണി. ഒരു ചായക്ക് പണിഞ്ഞിട്ട് മണിക്കൂർ 1 ആയി.
കടിയും പറഞ്ഞിട്ടുണ്ട്. ചായയും കടിയൊക്കെ തരാം, പക്ഷെ ആ ചായന്റെ ഉത്തരവാദിത്തം ആർക്കാന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ബീരാന്റെ വകയാണെന്ന് വന്ന് കേറിപ്പോ തന്നെ പറഞ്ഞിക്കണ്. അത് ഈ പറഞ്ഞിട്ട് കാര്യമല്ല, ഓന്റെ തൊള്ളോണ്ട് പറയട്ടെ. നിങ്ങളെ നാലാളും കൂടി കോളർക്ക് പിടിക്കാനേ നിന്റെ തടിക്ക് ആക്കം കുറവാ. പൈസ ഞാൻ തരും കുഞ്ഞാല്, അത് പേര് ഒപ്പിട്ട് തരണോ? 5 സ്റ്റാർ ഹോട്ടലാണെന്നോ അവൻ്റെ വിചാരം. എന്നോടെപ്പോഴും ചോദിക്കണമെന്ന് കരുതും, നമ്മളെ കാതിരാക്കാൻ്റെ മരുവള സ്ഥിതി ഇപ്പം എന്താ? എന്ത് സ്ഥിതി? ഓളെ പോരേക്ക് പറഞ്ഞു വെച്ചിട്ട് മാസം 1 ആയി. കാര്യം തീർക്കുവോ? അത് വേറെ രസം. കാര്യം തീർപ്പിക്കണമെന്നും പറഞ്ഞ് ചാടിക്കളിക്കുകയാണ് തള്ള. തന്തയാണെ അതിന് വഴങ്ങണമില്ല. ഇനി എന്തിനാണ് കാത്തിക്കണത്? കാര്യം തീർക്കാൻ പറയ്. ഓക്ക് വേറെ പുതിയാപ്പളിനെയും ഓനൊരു പുതിയണ്ണിനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്ക. നമ്മളെ ബിസിനസ്സും നടക്കട്ടെ. അല്ല, സംഗതി വല്ലതും നടന്നിട്ടുണ്ടോ? എൻ്റെ അടുത്ത് വല്ല കഥയുണ്ടോ? സുൽഫീഖർ അവിടെ ഇടക്കിടക്ക് വരേണ്ടത് എനിക്കറിയാം. ഓൻ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അന്ന് വന്നപ്പോൾ ഓരോ കഷ്ടകാലത്തിന് നമ്മളെ ലീക്ക് വീരാൻ പറഞ്ഞ മാതിരി സംഗതി എങ്ങനോ ലീക്കായി. സുൽഫീഖർ ഇതുപോലെ പല സ്ഥലത്തും പോകാറുണ്ട്, നിന്നോടും പറഞ്ഞിട്ടുണ്ട്. ഓൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. അല്ലെങ്കിലും ഗൾഫുകാരെ പെണ്ണുങ്ങള് എത്ര കാലം വെച്ചിട്ടാ പിടിച്ചു നിൽക്കുക. അല്ല, നിങ്ങൾക്ക് ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈ എടുക്കട്ടെ? ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈയോ? ഗൾഫുകാരെ പെണ്ണുങ്ങളെ ഇറച്ചി തിന്നേക്കാൾ നന്നാവും ബീഫ് ഫ്രൈ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ചെറുത്താമാരെ. ആ പാവങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഓഹരി നിങ്ങൾക്കും കിട്ടില്ലേ പല രീതിയിലും? ഗൾഫുകാർ വന്നെന്ന് കേട്ടാല് മടമ്പുകാലും പെരട്ടി കുത്തി മണ്ടല്ലേ ജി. പറ്റോ എന്ന് ചോദിച്ചിട്ട് ഓല തുറക്കാൻ, എന്നിട്ട് ഓല പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ. ഇനി ഒരക്ഷരം ഇവിടെ നിന്ന് മിണ്ടിയാല് 5 എണ്ണത്തിന് മോന്തമലി തളച്ച വെള്ളം വാരും കുഞ്ഞാലി. കുഞ്ഞാലി ഞങ്ങൾക്ക് മുഴുവൻ അറിയില്ല, എന്റെ ചായ ഞങ്ങൾ കണ്ടുള്ളൂ. ബീരാനെ, അതിൻ്റെ ഇടയ്ക്ക് കടി പറയാൻ മറക്കണ്ട. അത് വേഗം പള്ളയിലാക്കി സ്ഥലം വിട്ടാല് നാളെ ഈ മോന്തിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാം. നിങ്ങൾക്ക് കോയ ബിരിയാണി വാങ്ങിത്തരുന്നേ, പക്ഷേ ഇവന്റെ പിടിയെന്ന് ഇനി ഒരു മുറുക്ക് വെള്ളം ഈ ബിരിയാണി കുടിക്കൂല. ഔ, സമാധാനായി. എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പിരിയാം. വരി. നിങ്ങൾക്ക് എങ്ങോട്ടാ? അപ്പൊ കോഴി ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞില്ലേ, അതവിടുന്നാ? കോഴി ബിരിയാണിയോ? അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ അതിന് പുറപ്പെട്ടതാ നിങ്ങള്. മുണ്ടാതെ പോയിക്കോളി ഇവിടുന്ന്. നടക്കേ. ഓ, 5 ദിവസം എങ്ങോട്ട് വരീന്ന്? വരി. നിങ്ങൾ രണ്ടാളും മനസ്സിലൊരു സ്വയം തരുമോ? എനിക്ക് ഈ 5 ദിവസത്തിനോടൊരു കാര്യം പറയാണ്ട്. നിങ്ങളൊന്ന് പോയി തരുമോ? നടക്കേ. ഇവിടെ പോയി 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 പോയി. വാ. എന്താ വീരാൻ എനിക്കൊരു ഒഴിച്ചുകളി? ഈ സംഗതി പറയും. എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക്. ഇതിപ്പോ എന്തിനാന്ന് മനസ്സിലായില്ല. എന്റെ പെണ്ണുങ്ങള് ഗൾഫിലാണെന്ന് എനിക്കറിയാലോ. അത് ശരി. ഓളിപ്പോ പൈസ അയച്ചിട്ടുണ്ടല്ലേ? അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു 250 തരണം. 100 ഇപ്പൊ ഒരു സംഖ്യ അല്ല. ഈ എന്താണ് പറയണത്? ഇത് അഡ്വാൻസ് ആണ്. അഡ്വാൻസോ? അതെന്തിന്? അതെ, ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഉത്തരിക്കുക. കൂട്ടിനൊരാളില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരടങ്ങാറ്. അപ്പോൾ ഒരു പെണ്ണ് കെട്ടണമെന്നുണ്ട്. അത് ഈ ശരിയാക്കി തരണം. എൻ്റെ പെണ്ണുങ്ങളോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയും. അപ്പോൾ പിന്നെ എൻ്റെ ചെലവക്കാർ നോക്കും, ഈ നോക്കുമോ?
അനക്ക് ഇനി ഒരു കല്യാണം ഉണ്ടാക്കാന്ന് പറഞ്ഞാല് എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ. എന്നാലും ഞാൻ നോക്കാം. പക്ഷെ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല. തുടക്കം നന്നായി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒടുക്കം ചക്കച്ചവണി അണ്ണാക്ക് കുടുങ്ങിയ മാതിരി ആയി പോരുത്. ഇല്ല, സ്ത്രീധനത്തിന്റെ 15% അനക്ക്. വീരാൻ വാക്ക് പറഞ്ഞാൽ വാക്കാ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം, പെണ്ണ് തെരഞ്ഞ് ഈ നാടായ നാട് മുഴുവൻ നടക്കണ്ട. പെണ്ണിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഈ അതൊന്ന് ഏലാക്കി തന്നാ മതി. മൂർഖമ്പാമ്പിന് ചേര കടിച്ചേ. ആക്കെ പോട്ടെ, ഏതാ പെണ്ണ്? നമ്മളെ കാതറാക്കാൻ്റെ മരുമോളില്ലേ, ആ സുൽഫീക്കർ പഴപ്പിച്ച പെണ്ണ്. ഓൾ എന്തായാലും മൊയ്യലിക്കണം എന്നാണ് കാതറാക്കാൻ്റെ പെണ്ണുങ്ങളെ തീരുമാനം. അപ്പൊ പിന്നെ ആ കുട്ടിക്കൊരു അണതുണ വേണ്ടേ? അന്റെ പേഴ്സിൽ 500 നോട്ടുണ്ടോ? എന്തിനാ ഉണ്ടോ നോക്ക്. ഇതിലൊക്കെ 100 നോട്ടാ. 300 ഉള്ളൂ. 300 300. എന്തിനാ ഞാനിപ്പോ ഇത് എടുത്തതെന്ന് ആലോചിക്കുണ്ടാവും. പറഞ്ഞുതരാം. അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം 300 റുപ്യന്റെ തൈല എനിക്ക് ആവശ്യം വരും. അതിനാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഈ ആ പെണ്ണിന്റെ അഡ്രസ് മുഴുവൻ അങ്ങോട്ട് വാങ്ങി തരണം. മാത്രല്ല ഓളെ മൊയ് ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം. ബാക്കി കാര്യം ഞാനേറ്റ്. ഈ ധൈര്യമായിട്ട് പോ. ഞങ്ങൾ അവതരിപ്പിച്ച ഈ ഹാസ്യരംഗങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ആസ്വദിച്ചു കഴിഞ്ഞു. ഇത് വെറും ഹാസ്യരംഗങ്ങൾ മാത്രമല്ല, ഇതിൽ നല്ല നല്ല സാമൂഹിക വിമർശനങ്ങളുണ്ടായിരുന്നു, സന്ദേശങ്ങളുണ്ടായിരുന്നു. ഈ ഹാസ്യരംഗങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച, വീക്ഷിച്ച, ആസ്വദിച്ച നിങ്ങൾക്കേവർക്കും ഡോൺ വിഷ്വൽ ഗ്രൂപ്പിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.